ശ്രീകൃഷ്ണ കഥാമൃതം ഗ്രൂപ്പിലെ എല്ലാ ഭക്തന്മാർക്കും നമ്മുടെ വീക്ക്ലി ഉള്ള ഭാഗവതം ക്ലാസ്സിലേക്ക് വളരെ ഹാർദവമായ സ്വാഗതം. നമ്മൾ 6ാമത്തെ അധ്യായം, അതായത് 1ാമത്തെ ക്യാൻറ്റോ 6ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക്, അതായത് നാരദ മഹർഷിയും വ്യാസദേവനും തമ്മിലുള്ള സംഭാഷണം. അവിടെ വ്യാസദേവനോട് നാരദ മഹർഷി തന്റെ ജീവിത കഥ പറയുകയാണ്. അത് എന്തിനാണ്? ഡിവോഷണൽ സർവീസ്. അതായത് നമ്മൾ ഭാഗവതത്തിൽ എന്താണ് പറയാൻ പോകുന്നത്? ഭഗവാനോടുള്ള ഡിവോഷണൽ സർവീസ്, അതിന്റെ മഹാത്മ്യത്തെ കുറിച്ച് വർണ്ണിക്കാനാണല്ലോ ശ്രീമദ് ഭാഗവതം, അല്ലെങ്കിൽ ഭക്തിയെ കുറിച്ച് വർണ്ണിക്കാനാണല്ലോ ശ്രീമദ് ഭാഗവതം എഴുതാൻ ആരാവശ്യപ്പെട്ടത്? നാരദ മഹർഷിയോട്, വ്യാസദേവനോട് നാരദ മഹർഷി ആവശ്യപ്പെട്ടത്. അപ്പോ നാരദ മഹർഷി പറയുകയാണ്, എന്റെ ജീവിതം തന്നെ ഈ ഭക്തിയുടെ ഭക്തി കൊണ്ട് തന്നെ മനുഷ്യന്, അല്ലെങ്കിൽ ഒരു മനുഷ്യജന്മം കൊണ്ട് ഭക്തന് എന്തെത്തിക്കാൻ പറ്റും? പരമപുരുഷന്റെ അടുത്ത് വളരെ പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റും. അതായത് ഭക്തി കൊണ്ട് പരമദിവ്യോത്തമ പുരുഷന്റെ അടുത്ത് എത്തിച്ചേരുന്നതാണ് ജീവിതത്തിന്റെ ഏറ്റവും പരമമായ ലക്ഷ്യം, മുക്തി. അല്ലെ? എല്ലാവരും മുക്തി എന്ന് പറയുന്നത്, പലതരത്തിലുള്ള മുക്തിയുണ്ട്. അതില് ഭഗവാന്റെ അടുത്ത് എത്തിച്ചേരുന്നത് എന്താണ്? മുക്തി എന്ന് പറയും. സായുജ്യ അല്ല, സാരൂപ്യ, സാലോക്യ, സാഷ്ടി, സാമീപ്യ എന്നൊക്കെ പറയുന്ന മുക്തികളാണ്. അതായത് ഭഗവാന്റെ കൂടെ ഒരേ ലോകത്തിലിരിക്കുക, ഭഗവാന്റെ കൂടെ ഇരിക്കുമ്പോൾ ഭഗവാന്റെ അതേ ഐശ്വര്യം നമ്മൾക്കും ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഭഗവാനെ പോലെ തന്നെ രൂപം, വിഷ്ണു ലോകത്തിലെ പാർഷദന്മാർക്ക് അല്ലെങ്കിൽ വിഷ്ണു ലോകത്തിലെ ജീവാത്മാക്കൾക്ക് എന്താണ്? ഭഗവാന്റെ രൂപം തന്നെയാണ്. സാമീപ്യ, എപ്പോഴും ഭഗവാനോടൊപ്പം തന്നെ ഇരിക്കുക. സാലോക്യ, സാമീപ്യ, സാഷ്ടി, സാരൂപ്യ, ഇങ്ങനെയുള്ള മുക്തികളിലാണ് ഭക്തന്മാർക്ക് താല്പര്യം. സായുജ്യം എന്ന് പറയുന്നത് അവരൊരു മുക്തിയായിട്ടേ കരുതുന്നില്ല. അപ്പോ നാരദ മഹർഷി പറയുകയാണ്, ഭഗവാന്റെ അടുത്ത് എത്തിച്ചേരാനുള്ള, അല്ലെങ്കിൽ പരമദിവ്യോത്തമ പുരുഷന് ഭക്തി എന്ന് പറയുന്ന ഒരു വഴി മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ? ഭഗവാനെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഭഗവാനെ അറിയാൻ വേണ്ടി ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം വന്നിട്ട് എവിടെ വരെ എത്തിച്ചേരാൻ പറ്റും? ബ്രഹ്മദേവൻ താമസിക്കുന്ന, അല്ലെങ്കിൽ സത്യലോകം, മാക്സിമം പോയ ഭൗതിക ലോകത്തിലെ ഏറ്റവും മേലെയുള്ള ഗ്രഹം അതാണ്. ഇനി അവിടുന്നും കുറച്ചുകൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവ്യക്തിഗത ബ്രഹ്മം, അതായത് ഭഗവാന്റെ ശരീരത്തിൽ നിന്നും, അല്ലെങ്കിൽ സച്ചിത് ആനന്ദ വിഗ്രഹനായ ഭഗവാന്റെ ശരീരത്തിൽ നിന്നും പ്രവഹിക്കുന്ന ആ ഒരു പ്രഭ, അതിനെയാണ് എല്ലാവരും ബ്രഹ്മൻ എഫൾജൻസ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രഭ വരെ എത്തിച്ചേരാൻ പറ്റും. പക്ഷെ അതൊന്നും പെർമനന്റ് അല്ല. ആ പെർമനന്റ് അല്ലാത്ത സ്ഥലത്ത് പോയിട്ട് വലിയ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, വീണ്ടും താഴെ വരേണ്ടി വരും. എന്താണ് ഒരു മനുഷ്യജന്മം കൊണ്ട് സാധിക്കാവുന്നതിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ലിബറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ബാക്ക് ടു ഹോം, ബാക്ക് ടു ഗോഡ് ഹെഡ്. പ്രഭുപാദ് പറയാറുണ്ട് അല്ലെ, തിരികെ ഭഗവത് ധാമത്തിലേക്ക് പോകുക എന്നുള്ളതാണ്. ഏതാണ് ഈ ഭഗവത് ധാമം? വൈകുണ്ഠഗ്രഹങ്ങളും പിന്നെ ഗോലോക വൃന്ദാവനവും ഒക്കെയാണ്. അപ്പോ ഇവിടെ എത്തിപ്പെടാനുള്ള വഴി ഏതാണ്? ഭക്തി. അതിനെക്കുറിച്ചാണ് നാരദ മഹർഷി പറയുന്നത്. എനിക്ക് സംഭവിച്ചത് എന്താണ്? എങ്ങനെയാണ് എനിക്ക് ഭക്തി കിട്ടിയത്? ആരുടെ കാരുണ്യം കൊണ്ടാണ് ഞാൻ ഭക്തനായി മാറിയത്? ഭക്തി വേദാന്തികളുടെ ഇല്ലേ, ഒരു ഭക്തന്റെ കാരുണ്യം കൊണ്ടാണ് ഞാൻ ഭക്തനായി മാറിയത് എന്ന് നാരദ മഹർഷി പറഞ്ഞു വരികയായിരുന്നു. അപ്പൊ നാരദ മഹർഷി എന്ത് ചെയ്തു? അമ്മയെ നഷ്ടപ്പെട്ടതിന് ശേഷം വളരെയധികം കഷ്ടപ്പെട്ട് നടന്ന് വനത്തിലെത്തി. വനത്തിലെ പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് എന്ത് ചെയ്തു? വിശപ്പും ദാഹവും ഒക്കെ അടക്കി ഭഗവാനെ ധ്യാനിച്ചു. അങ്ങനെ ഒരു സമയത്ത് പെട്ടെന്ന് അധികം താമസിയാതെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ ഭഗവാനെ ശരിക്കൊന്ന് കാണുന്നതിന് മുമ്പേ തന്നെ എന്ത് സംഭവിച്ചു? നാരദ മഹർഷിക്ക്, നാരദ മഹർഷി അല്ല, ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു? ഭഗവാന്റെ ദർശനം ഇല്ലാതെയായി. അങ്ങനെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു സാധനത്തിനെ കണ്ടിട്ട് അത് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോ, അല്ലെങ്കിൽ കിട്ടിയിട്ട് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോ എന്താണോ ഉണ്ടാവുന്നത്, അതേ ഒരു വിഷമം കൊണ്ട് നാരദ മഹർഷി ആ കുട്ടി വീണ്ടും 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 ശ്രമിച്ചു, പക്ഷെ കാണാൻ പറ്റിയില്ല. അപ്പോ എന്ത് കേട്ടു? ഭഗവാൻ വന്നിട്ട് ശബ്ദരൂപത്തിൽ വന്നിട്ട് ആർക്ക്? ആ കുട്ടിക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. കാരണം ഭഗവാൻ ഒരു ജീവാത്മാവിനോട് എന്തുള്ളവനാണ്? കാരുണ്യമുള്ളവനാണ്. ജീവാത്മാവിനോട് ഭഗവാന് കാരുണ്യമുള്ളത് കൊണ്ടാണ് ഭഗവാൻ ദർശനീയനല്ലാഞ്ഞിട്ടും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന്, അതായത് ആ കുട്ടി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, തന്നെ കാണാൻ അത്രയ്ക്ക് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ആർക്കറിയാം? ഭഗവാൻ അറിയാം. അപ്പൊ അതുകൊണ്ട് ആ കുട്ടിക്ക് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഭഗവാൻ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മുടെ കാര്യം ഇതുപോലെ തന്നെയാണ്. നമ്മൾ ഒരുപാട് നാളായിട്ട്
എന്ത് ചെയ്തു ഇരിക്കുന്നു? ഭഗവാനെ മറന്ന് ഭൗതിക ലോകത്തിൽ ഇരിക്കുന്നു. അപ്പോ ഭഗവാനെ മറന്ന് ഭൗതിക ലോകത്തിൽ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് വിഷമമാണ്. നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ, നമ്മൾ ദുഃഖം ഇല്ലാത്ത അവസ്ഥയാണ് സന്തോഷം എന്ന് വിചാരിക്കുന്നത്. പക്ഷെ അതല്ല യഥാർത്ഥത്തിലുള്ള സന്തോഷം. സന്തോഷം എന്ന് പറയുന്നത് വേറെയാണ്. പക്ഷെ ഇത് നമുക്ക് അറിയുന്നില്ല. എങ്ങനെയാണ് ഭഗവാൻ നമ്മളെ അത് ഓർമ്മിപ്പിക്കുന്നത്? നാരദ മഹർഷിയെ ഭഗവാൻ ശബ്ദത്തിലൂടെ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മളെ എങ്ങനെയാണ് ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നത്? അതും ശബ്ദത്തിലൂടെ തന്നെയാണ്. ആരുടെ ശബ്ദത്തിലൂടെ? 3 തരത്തിലുള്ള ശബ്ദത്തിലൂടെയാണ്. ഒന്ന്, സാധു, ഗുരു, ശാസ്ത്ര. എന്താണ് സാധുക്കൾ? വൈഷ്ണവർ. വൈഷ്ണവർ നമ്മൾക്ക് എന്ത് പറഞ്ഞു തരും? ഭഗവാന്റെ നാമം പറഞ്ഞു തരും. പ്രഭുപാദിന്റെ ബുക്കുകൾ കൊണ്ടുതരും. ഇത് രണ്ടും വന്നിട്ട് കേൾക്കുകയും ജപിക്കുകയും ചെയ്യുമ്പോൾ ആ ശബ്ദവീചിയിൽ കൂടിയാണ് ഭഗവാനെ നമ്മൾ അറിയാൻ പോകുന്നത്. ഇനി രണ്ടാമത് ഗുരു, പിന്നെ സാധു ആണ് ആദ്യം പറഞ്ഞത്. ഇനി രണ്ടാമത് ഗുരു. ഗുരുവിന്റെ വാക്കുകൾ എന്ന് പറയുന്നത്, ഗുരു പ്രത്യേകിച്ചും ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ് ആണെന്നാണ് പറയുന്നത്. ആചാര്യം മാം വിജാനീയാൻ ന അവമന്യേത കർഹിച്ച് ന മർത്യബുദ്ധ്യാശൂയന്തോ സർവദേവമയോ ഗുരു. എന്താണ് സർവദേവമയോ? എല്ലാ ദേവന്മാരുടെയും ആകത്തുകയും ഭഗവാന്റെ പ്രതിനിധിയുമാണ് ആര്? ഗുരു എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കൂടി നമുക്ക് ഭഗവാനെ ലഭിക്കും. അതും ശബ്ദം അല്ലേ? ഇനി മൂന്നാമത് ശാസ്ത്രം. നമുക്ക് ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾക്ക് ഭഗവത്ഗീതയുണ്ട്, ഭാഗവതമുണ്ട്. വളരെ മനോഹരമായിട്ട് അത് നമ്മൾക്ക് ആര് വിവർത്തനം ചെയ്തു തന്നിരിക്കുന്നു. നമ്മൾക്ക് അറിയുകയുമില്ല, സംസ്കൃതം അറിയൂല, എന്താണ് വായിച്ചാൽ മനസ്സിലാവൂല. ഇതൊന്നും പറയേണ്ട, എക്സ്ക്യൂസ് ഒന്നും വേണ്ട. കാരണം എന്താണ്? വളരെ മനോഹരമായിട്ട് പ്രഭുപാദ് നമുക്ക് ചെറിയ കുട്ടികൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലാണ് എന്ത് തന്നിരിക്കുന്നത്? ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അതും ശബ്ദം തന്നെയാണ്. അപ്പോ നാരദ മഹർഷിക്ക് ആരെ കൊടുത്തതുപോലെ, ഭഗവാൻ ഇൻസ്ട്രക്ഷൻ കൊടുത്തതുപോലെ നമ്മളെ പോലുള്ള എല്ലാ ജീവാത്മാക്കൾക്കും ഭഗവാൻ ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ട് ഈ രൂപത്തിൽ. നാരദ മഹർഷി അത് സ്വീകരിച്ചു. നമ്മൾ അത് സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക്, അതായത് നമ്മൾ 21ാമത്തെ ശ്ലോകം വരെയാണ് കണ്ടത്. ഹന്താസ്മിൻ ജന്മനി ഭവാൻ ന മാം ദ്രഷ്ടുമിഹാർഹതി അവിപക്വ കഷായാനാം ദുർദർശോഹം കുയോഗിനാം. എന്താണ് നാരദ മഹർഷിയോട് ഭഗവാൻ പറഞ്ഞത്? ഹന്ത അസ്മിൻ ജന്മനി ഭവാൻ ന മാം ദ്രഷ്ടും. എന്താണ്? ഈ ജന്മത്തിൽ നിനക്ക് എന്നെ കാണാനുള്ള അർഹതയില്ല. എന്തുകൊണ്ട് അർഹതയില്ല? അവിപക്വ, നീ പാകത വന്ന ഭക്തനായിട്ടില്ല. കഷായാനാം, നിന്റെ ശരീരം അല്ലെങ്കിൽ ഭൗതിക ശരീരം എന്ന് പറയുന്നത് ഇപ്പോഴും എന്ത് നിറഞ്ഞതാണ്? അനർത്ഥങ്ങൾ ഉള്ളതാണ്. ദുർദർശോ, അങ്ങനെയുള്ളവർക്ക് ഞാൻ ദുർദർശനാണ്, അതായത് ദർശനീയനല്ല. കുയോഗിനാം, എന്താണ്? ദോസ് ഹു ആർ ഇൻകംപ്ലീറ്റ് ഇൻ സർവീസ്. യഥാർത്ഥത്തിൽ സർവീസിൽ അല്ലെങ്കിൽ സേവനം, ഭക്തിയുത സേവനത്തിൽ വന്നിട്ട് പക്വത വരാത്ത ഭക്തന്മാർക്ക് ഞാൻ ദർശനീയനല്ല. സോറി അല്ലെ? നാരദ മഹർഷിയോട് പറയുകയാണ്, ഈ ജന്മത്തിൽ ഇനി എനിക്ക് നിനക്ക് എന്നെ കാണാൻ കഴിയുകയില്ല. പക്ഷെ നാരദ മഹർഷി വിഷമിച്ചു പോകൂലേ? ഇനി എന്ന് എനിക്ക് കാണാൻ കഴിയും? അതിന് എന്താണ് ഉത്തരം? അതും ഭഗവാൻ പറയും. ഇവിടെ വരെയാണ് നമ്മൾ വായിച്ചത്. അപ്പൊ നമുക്ക് ചെറിയൊരു കീർത്തനം ചെയ്യാം. ആദ്യം ഗുരുവിനെയും ഭഗവാനെയും നമുക്ക് പ്രണമിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. യശോദാനന്ദന വ്രജ ജനരഞ്ജന യശോദാനന്ദന വ്രജ ജനരഞ്ജന. ജമുനാ തീര വനചാരി ജമുനാ തീര വനചാരി. जय राधा माधव कुंज बिहारी गोपी जन वल्लभ गिरिवरधारी. हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे. जय कृष्ण बलराम
जय कृष्ण बलराम, कृष्ण बलराम जय कृष्ण बलराम, जय गौरनिताय जय गौरनिताय, गौरनिताय जय गौरनिताय, जय जय प्रभुपाद प्रभुपाद, प्रभुपाद जय जय प्रभुपाद, जय जय गुरुदेव गुरुदेव, गुरुदेव जय जय गुरुदेव। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। नमः ओं विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन्निति नामिने, नमस्ते सरस्वते देवे गौरवाणी प्रचारिणे, निर्विशेष शून्यवादी पाश्चात्य देशतारिणे, जय श्री कृष्ण चैतन्य प्रभु नित्यानंद, श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, ഹരേ കൃഷ്ണ. അപ്പോ അജാമിള പ്രഭു 23-ാമത്തെ ശ്ലോകം ഷെയർ ചെയ്യുമ്പോഴേക്കും നമുക്ക് ശ്ലോകം വായിച്ചു തുടങ്ങാം. അനുഷ്ടുപ് ഛന്ദസ്സിലാണ് നമ്മൾ വായിക്കുന്നത്. സകൃത് യത് ദർശിതം രൂപം ഏതത് കാമായതേ നഖ, മത്കാമാശനകൈ സാധു സർവാൻ മുഞ്ചതി ഹൃച്ഛയാൻ. സകൃത് യത് ദർശിതം രൂപം ഏതത് കാമായതേ നഖ, മത്കാമാശനകൈ സാധു സർവാൻ മുഞ്ചതി ഹൃച്ഛയാൻ. സകൃത് യത് ദർശിതം രൂപം ഏതത് കാമായതേ നഖ, മത്കാമാശനകൈ സാധു സർവാൻ മുഞ്ചതി ഹൃച്ഛയാൻ. എന്തു പറയുന്നു? നാരദ മഹർഷി പെട്ടെന്ന് വിഷമിച്ചു പോയില്ലേ? എന്താണ് വിഷമം? ഈ ജന്മത്തിൽ ഇനി എനിക്ക് കാണാൻ പറ്റില്ല എന്ന് നാരദ മഹർഷിയോട് ആര് പറഞ്ഞു? ഭഗവാൻ പറഞ്ഞു. അപ്പൊ നാരദ മഹർഷി, അതായത് ആ കുട്ടി എന്ത് വിചാരിക്കും? പിന്നെ എപ്പോഴാണ് ഇനി ഞാൻ കാണുക? എപ്പോഴാണ് ഞാൻ ഇനി കാണുക എന്ന് കുട്ടിയുടെ മനസ്സിൽ സംശയമുണ്ടാകും. അപ്പോ ഭഗവാൻ ആശ്വസിപ്പിക്കുകയാണ്. ഭഗവാൻ എപ്പോഴും നമ്മളോട്, നമ്മളുടെ സുഹൃത്താണ് ഭഗവാൻ. എന്താണ് ഭഗവത്ഗീതയിൽ പറയുന്നത്? ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. എന്താണ്? ഈശ്വരൻ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദ്ദേശേ അർജുന തിഷ്ഠതി, ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. അപ്പോ നമ്മൾ ഒരാളെ ആലിംഗനം ചെയ്യുകയാണ്, നമ്മളുടെ ഏറ്റവും അടുത്ത ആള്. പക്ഷേ അയാളെക്കാളും അടുത്താണ് ആരിയ്ക്കുന്നത്? ഭഗവാൻ ഇരിക്കുന്നത്. കാരണം നമ്മളുടെ ഹൃദയത്തിനുള്ളിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. ഇനി ഒരാൾക്ക്, ഭൗതിക ലോകത്തുള്ള ഒരാൾക്കും എവിടെ എത്താൻ പറ്റൂല, അതിനകത്തേക്ക് ചാടിക്കയറാൻ പറ്റത്തില്ല. ഭഗവാനാണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരെക്കാളും കൂടുതൽ ആരാണ് നമ്മളോട് സ്നേഹമുള്ളയാൾ? ഭഗവാനാണ്. അപ്പൊ ആ ഭഗവാൻ നമ്മളെ, അല്ലെങ്കിൽ ഈ കുട്ടിയെ എന്ത് ചെയ്യും? വിഷമിപ്പിക്കുമോ? ഇല്ല. ഭഗവാൻ എന്താണ് ചെയ്യുക? വിഷമിപ്പിക്കുകയില്ല ആരെയും. വിഷമത്തിന് കാരണം നമ്മളുടെ തന്നെ കർമ്മങ്ങൾ കൊണ്ടാണ്. ദുഷ്കർമ്മങ്ങൾ കൊണ്ടും പാപങ്ങൾ കൊണ്ടും ഒക്കെയാണ് നമ്മൾ വിഷമിക്കുന്നത്, കർമ്മഫലം അനുഭവിക്കുന്നത്. ഭഗവാൻ അല്ല നമുക്ക് തരുന്നത്. ഒരിക്കലും നമ്മൾക്ക് എന്തെങ്കിലും വിഷമവും ബുദ്ധിമുട്ടും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ക്രൂരനാണ് ഭഗവാൻ എന്ന് പറയരുത്. ഭക്തന്മാർ പ്രത്യേകിച്ചും പറയരുത്. സാധാരണ ജനങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? അവർ ചിലപ്പം പറഞ്ഞേക്കാം. പക്ഷെ ഭക്തന്മാര് പറയാൻ പാടില്ല. കാരണം എന്താണ്? ഭഗവാൻ പറയുന്നു, ന മേ ദ്വേഷ്ടോസ്തി ന പ്രിയ. എനിക്ക് പ്രിയനായും എന്താണ് ശത്രുവായും ആരുമില്ല. ഞാൻ ഈക്വലാണ് എല്ലാരോടും. അത് ആരാണോ എന്നെ സ്നേഹിക്കുന്നത്, ഞാൻ അവർക്ക് അതേപടി തിരിച്ച് സ്നേഹം കൊടുക്കും. നമ്മൾ ഭഗവാനെ സ്നേഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ തിരിച്ച് നമ്മൾക്ക് ഭഗവാന്റെ സ്നേഹം കിട്ടും. പക്ഷേ നമ്മൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഭഗവാൻ വന്നിട്ട് എന്ത് ചെയ്യുകയില്ല. നമുക്ക് ഭഗവാൻ തരുന്നതൊന്നുമല്ല, പരീക്ഷിക്കാൻ വേണ്ടിയിലോ ക്രൂരനായ ഒരാളൊന്നും അല്ല ഭഗവാൻ.
അപ്പൊ നാരദ മഹർഷിക്ക് ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു? പെട്ടെന്ന് ആ ദർശനം നഷ്ടപ്പെട്ടു. അവൻ വിഷമത്തിലായി. ഭഗവാൻ പറഞ്ഞു, നിനക്ക് ഇനി എനിക്ക് ഈ ഒരു ജന്മത്തിൽ എന്നെ കാണാൻ കഴിയുകയില്ല എന്ന് പറയും. അപ്പോ എന്നിട്ട് അപ്പൊ നാരദ മഹർഷി അല്ലെങ്കിൽ ആ കുട്ടി ഭയങ്കര പാപി ആയതുകൊണ്ടാണോ ഭഗവാൻ അങ്ങനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞത്? അങ്ങനെ നമുക്ക് സംശയം തോന്നൂലേ? അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. എന്താണ് പറയുന്നത്? സകൃത് യത് ദർശിതം രൂപം ഏതത് കാമായത്തെ അനഘ. എന്താ വിളിച്ചത്? അനഘ എന്നാണ് വിളിച്ചത്. എന്താണ് നോക്കൂ, അനഘ. അല്ലയോ സദ്ഗുണ സമ്പന്ന. ആ കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണോ? അവൻ പാപിയായിട്ടാണോ? അല്ല. എന്തായിരുന്നു പ്രശ്നം? ഭഗവാൻ വന്നിട്ട് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആ ചെറിയൊരു ദർശനം കൊടുത്തതും അത് പിൻവലിച്ചതും. എന്തിനാണ് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയും. അപ്പോ നോക്കൂ, ഭഗവാൻ എന്താണ് പറയുന്നത്? സകൃത്. സകൃത് എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു പ്രാവശ്യം മാത്രം, ഒരിക്കൽ മാത്രം. യത് ദർശിതം രൂപം. ആ എന്റെ രൂപം പ്രദർശിപ്പിക്കപ്പെട്ടു. അതായത് ഞാൻ നിനക്ക് ദർശനീയനായി. ആ ഏതത് കാമായ തേ അനഘ. എന്താണ് പറയുന്നത്? ദിസ് ഈസ് ജസ്റ്റ് ടു ഇൻക്രീസ് യുവർ ഡിസയർ ഫോർ മീ. ഏതത് കാമായ. എന്താണ്? ഈ ഒരു രൂപത്തിനോട് നിന്റെ ആഗ്രഹം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. രൂപത്തിന് ഭഗവാനെ അറിയില്ല എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ അടുത്ത് പോകണമെന്ന് എങ്ങനെയാണ് ഒരാൾക്ക് ആഗ്രഹം വരിക? നമ്മൾക്ക് ഒരാളെ വിവാഹം കഴിക്കാൻ വേണ്ടി അച്ഛനും അമ്മയും പറയും. അച്ഛനും അമ്മയും പറഞ്ഞാൽ നല്ല പയ്യനാണ്, എന്താണ് ജോലിയുണ്ട്, അതുകൊണ്ട് ഇതുണ്ട്. പക്ഷെ കല്യാണം വരെ ആര് കാണുന്നില്ല, ഈ പെൺകുട്ടി അയാളെ കാണുന്നതേ ഇല്ല. ആ കുട്ടിക്ക് എങ്ങനെ അയാളോട് സ്നേഹം ഉണ്ടാകും? ആരാണ് പയ്യൻ, എങ്ങനെയാണ് ഇരിക്കുന്നത്, എന്താണ് അയാളുടെ സ്വഭാവം, എങ്ങനെയാണ് അയാൾ സംസാരിക്കുന്നത്, എങ്ങനെയാണ് ചിരിക്കുന്നത്, എന്തൊക്കെയാണ് വ്യക്തിയുടെ വിശേഷണങ്ങൾ അല്ലെങ്കിൽ വ്യക്തിയുടെ സ്വഭാവ വിശേഷങ്ങൾ, ഇതെല്ലാം അറിഞ്ഞാൽ മാത്രമല്ലേ പൂർണ്ണമായിട്ടും ആ പെൺകുട്ടിക്ക് അയാളെ സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ. നാരദ മഹർഷിയോടും ഭഗവാൻ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. എന്താണ് പറയുന്നത്? ഏതത് കാമായത്തെ അനഘ. നീ സദ്ഗുണ സമ്പന്നനാണല്ലയോ കുട്ടി. എന്തുകൊണ്ടാണ് ഞാൻ നിനക്ക് ദർശനീയനായത്? ഏതത് കാമായ. ഒരിക്കൽ മാത്രം ഞാൻ അപ്പൊ എന്താണ് പറയുന്നത്? ഏതത് കാമായത്തെ അനഘ. കുട്ടി, നീ പാപിയായിട്ടൊന്നും ഞാൻ ഈ തരത്തിൽ നിനക്ക് ദർശനം തന്നതും പെട്ടെന്ന് പിൻവലിച്ചതും. മത് കാമ ശനകൈ സാധു സർവാൻ മുഞ്ചതി ഹൃച്ഛയാൻ. എന്താണ് സംഭവിക്കുക? മത് കാമ. എന്താണ് പറയുക? ഭഗവാനോട് പറയുന്നു, ബിക്കോസ് ദ മോർ യു ഹാങ്കർ ഫോർ മീ. മത് കാമ എന്ന് പറഞ്ഞാൽ എന്നോട് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ഭഗവാനാണ് പറയുന്നത്, എന്നോട് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, എത്ര ആഗ്രഹമുണ്ടോ അതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ശനകൈ സാധുഹു സർവാൻ മുഞ്ചതി ഹൃച്ഛയാൻ. എന്താണ്? സർവാൻ മുഞ്ചതി. മുഞ്ചതി എന്ന് പറഞ്ഞാൽ തീരും, അവസാനിക്കും. സർവാൻ മുഞ്ചതി എന്ന് പറഞ്ഞാൽ എല്ലാം അവസാനിക്കും. എന്ത് അവസാനിക്കും? ഹൃച്ഛയാൻ. ഹൃദയത്തിലുള്ള ഭൗതിക ആഗ്രഹങ്ങളെല്ലാം അവസാനിക്കും. അപ്പൊ നമുക്കൊന്നും കൂടെ നോക്കാം. സകൃതിയ ദർശിതം രൂപം. ഒരു പ്രാവശ്യം മാത്രമേ നിനക്ക് ഞാൻ ദർശനം തന്നുള്ളൂ. ഏതത് കാമായത്തെ അനഘ. എന്തിനാണ് അങ്ങനെ ദർശനം തന്നത്? നീ സദ്ഗുണ സമ്പന്നനാണ്. പക്ഷേ നിനക്ക് എന്നോടുള്ള ആഗ്രഹത്തെ അല്ലെങ്കിൽ ഡിസയറിനെ വളർത്താൻ വേണ്ടിയിട്ടാണ്. എന്താണ് ആ ഡിസയറിന്റെ പ്രത്യേകത? ഭഗവാനോട് ഡിസയർ വന്നാൽ എന്താണ് പ്രത്യേകത? മത് കാമ ശനകൈ സാധു സർവാൻ മുഞ്ചതി ഹൃച്ഛയാൻ. എന്നോടുള്ള ആഗ്രഹം എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് എന്താകും? ഹൃദയത്തിലുള്ള മാലിന്യങ്ങളെല്ലാം അകന്ന്, അല്ലെങ്കിൽ എന്താണ്, ഭൗതിക ആഗ്രഹങ്ങളെല്ലാം അകലും. അപ്പൊ നോക്കൂ, ഭഗവാൻ വന്നിട്ട് ഒരു പ്രോസസ്സും ആ പ്രോസസ്സിന്റെ ഇഫക്റ്റും ഒരുമിച്ചാണ് പറഞ്ഞത്. ഒരു പദ്ധതിയും ആ പദ്ധതിയുടെ ഫലവുമാണ് നമ്മൾക്ക് ഇതിനകത്തുകൂടെ പറഞ്ഞു തരുന്നത്. എന്താണ് പദ്ധതി? ഭഗവാനെ കുറിച്ച് ഓർക്കുക, അല്ലെങ്കിൽ ഭഗവാനെ ആഗ്രഹിക്കുക.
എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഭക്തിയോഗം. അതിലും ഭഗവാനെ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? നമ്മളോട് എല്ലാ ഭാഗവതം ക്ലാസ്സിലും പറയും, ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെയാണ്, ശ്രീകൃഷ്ണ ഭഗവാൻ ചിന്താമണി പ്രകരസത്മസു കൽപ്പവൃക്ഷ എന്ന് വിവരിക്കപ്പെടുന്ന ഗോലോക വൃന്ദാവനത്തിൽ ആരോടൊപ്പം ലക്ഷ്മി സഹസ്ര ശതസംഭ്രമ സേവ്യമാനം ഗോവിന്ദം, അനേക ശതം ലക്ഷ്മിമാരാൽ സേവിക്കപ്പെട്ട് ഗോവിന്ദൻ എന്ന് പറയുന്ന ഗോക്കൾക്കും ബ്രാഹ്മണന്മാർക്കും ഗോപന്മാർക്കും എല്ലാ ഗോപീ ജനങ്ങൾക്കും എല്ലാവരോടും ഒരുമിച്ച് എവിടെ വസിക്കുന്നു? ഗോലോക വൃന്ദാവനത്തിൽ വസിക്കുന്നു. ഇതൊക്കെ നമ്മളോട് എല്ലാ ഭാഗവതം ക്ലാസ്സിലും പറഞ്ഞു തരൂല്ലേ? അപ്പൊ നമ്മള് എന്താണ് ഭഗവാനെ കുറിച്ച് കേൾക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോ ഒരിക്കൽ പ്രഭുപാദ പറഞ്ഞു, എന്തിനാണ് ഭഗവാനെ കുറിച്ച്, ഭഗവാന്റെ ലോകത്തിനെ കുറിച്ചൊക്കെ നിങ്ങളോട് പറയുന്നത്, അല്ലെങ്കിൽ ഭക്തന്മാരോട് പറയുന്നത് എന്ന് പ്രഭുപാദ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യാൻ പോവുകയാണ്? അമേരിക്ക അതായത് USA പോകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ആദ്യം USA എങ്ങനെ ഇരിക്കുന്നെന്ന് ആർക്ക് മനസ്സിലാവണ്ടേ? അപ്പോ USA എങ്ങനെ ഇരിക്കും? അമേരിക്കയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെല്ലാം ആദ്യമായിട്ടാണ് അവിടെ പോയി അമേരിക്ക കാണുന്നത്? അല്ല, അവർ ഇവിടെ നിന്ന് യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ സെർച്ച് ചെയ്യും. എങ്ങനെയാണ് അവിടെ, എന്ത് ക്ലൈമറ്റ് ആണ് അവിടെ, എങ്ങനെയാണ് അവിടുത്തെ ആൾക്കാരുടെ ഭാഷ, ജീവിത രീതി, പിന്നെ വസ്ത്രധാരണ രീതി ഒക്കെ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടേ പോവുകയുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അവിടെ ആദ്യമേ പോയി ചാടി ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരും സഹായിക്കാൻ ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? നമുക്ക് ആകെപ്പാടെ വെപ്രാളമായിരിക്കും. അതേപോലെ തന്നെ പ്രഭുപാദ് പറയുകയാണ്, നിങ്ങൾ എങ്ങോട്ട് പോകേണ്ടവരാണ്? എല്ലാവരും പരിശുദ്ധ ഭക്തന്മാരായിട്ട് തിരികെ ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകേണ്ടവരാണ്. അപ്പോ ഈ ഗോലോക വൃന്ദാവനത്തില്, അതായത് നമ്മൾ അമേരിക്കയ്ക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അമേരിക്ക ഇരിക്കണമെന്ന് നമുക്കറിയണമല്ലോ. അതുപോലെ ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രഭുപാദ് പറയുകയാണ്, പ്രഭുപാദ് അതിന്റെ അംബാസഡറാണ്. യുഎസിന്റെ ഒരു അംബാസഡർ ഇവിടെ ഉണ്ടല്ലോ. യുഎസിന്റെ ഒരു അംബാസഡർ എവിടെ കാണും? ഇന്ത്യയിൽ കാണും. അയാളാണ് എന്ത് ചെയ്യുന്നത്? യുഎസിലുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളെയും ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് തുറന്നു വെച്ചു കൊടുക്കുന്നത്. അയാളുടെ ഒഫീഷ്യലി അയാൾ അങ്ങനെയാണ് അംബാസഡർ എന്ന് പറയുന്നത്. ആ രാജ്യത്തിന്റെ നയതന്ത്ര പ്രതിനിധി എന്ന് പറയും. ഗോലോക വൃന്ദാവനത്തിന്റെ പ്രതിനിധിയാണ് ആര്? ശ്രീല പ്രഭുപാദ്. അദ്ദേഹം നമ്മൾ പോകാൻ പോകുന്ന ഡെസ്റ്റിനേഷനെ കുറിച്ചുള്ള വിവരമാണ് തന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് പോകേണ്ടത്? അതാണ് ഭഗവാൻ പറഞ്ഞത്. മത് കാമ ശനകൈ സാധു സർവാൻ മുഞ്ചതി ഹൃച്ഛൈ. അങ്ങനെയാണ് പോകേണ്ടത്. ആഗ്രഹം വളർത്തിയെടുക്കുക ഭഗവാനോട്. ആ ആഗ്രഹം കൊണ്ട് എന്ത് സംഭവിക്കും? നമ്മുടെ ഹൃദയത്തിലുള്ള മാലിന്യങ്ങളെല്ലാം തീരും. ഭഗവാനെ കാണണം എന്നുള്ള ആഗ്രഹം വരുമ്പോ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ സ്വതവേ കുറയും. കാരണം ഇത് രണ്ടും ടാലി ആവൂല. ഇത് രണ്ടും ഒരുമിച്ച് ഒരിടത്തിരിക്കാൻ പറ്റത്തില്ല. ഒന്നുകിൽ ഭൗതികത അല്ലെങ്കിൽ ആധ്യാത്മികത. ഇതാണ് ആധ്യാത്മികതയുടെ പ്രത്യേകത. എന്താണ്? ആധ്യാത്മികതയിൽ പുരോഗമിക്കുമ്പോൾ ഭൗതികമായിട്ടുള്ള സാധാരണ എല്ലാ ആഗ്രഹങ്ങളും എന്ത് ചെയ്തോളും? കുറഞ്ഞുകൊള്ളും. അതാണ് ആധ്യാത്മിക പുരോഗതിയുടെ ലക്ഷ്യം തന്നെ. നമ്മളുടെ ഭൗതിക ആഗ്രഹങ്ങൾ കുറയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത് കേട്ടിട്ടില്ലേ? എന്താണ്? രസവർജ്യം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതെ. നമുക്ക് താഴേക്കിടയിലുള്ള രസങ്ങളോടായിരുന്നു താല്പര്യം. എന്ത്? മീറ്റ് ഈറ്റിംഗ്, ഇൻടോക്സിക്കേഷൻ, ഇതിലൊക്കെ താഴേക്കിടയിലുള്ള തരത്തിലുള്ള അതൊക്കെ ഭയങ്കര എന്താണ് രസമാണെന്നാണ് നമ്മൾ വിചാരിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ എപ്പോഴാണോ നമ്മൾ പ്രസാദം കഴിക്കാൻ തുടങ്ങുന്നത്, എപ്പോഴാണോ നമ്മൾ ഭഗവത്ഗീത വായിക്കാൻ തുടങ്ങുന്നത്, കീർത്തനം കേൾക്കാൻ തുടങ്ങുന്നത്, ജപിക്കാൻ തുടങ്ങുന്നത്, നമ്മളുടെ രസത്തിന്റെ നിലവാരം ഉയരും. പരം ദൃഷ്ട്വാ നിവർത്തതേ. രസവജ്യം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. എന്താണ്? ആ രസത്തിന്റെ നിലവാരം ഉയരുന്നത് കൊണ്ട് ഈ താഴേക്കിടയിലുള്ള രസങ്ങളൊന്നും രസമേ അല്ലാന്ന് നമുക്ക് മനസ്സിലാകും. എന്തായിരുന്നു അതൊക്കെ? അതൊക്കെ അരുചികരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോ ഈ ലെവലിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സിനിമ കാണാനോ ക്രിക്കറ്റ് കളി കാണാനോ പരദൂഷണം പറയാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയാനോ മാംസം ഭക്ഷിക്കാനോ ഇങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? ഇല്ല. കാരണം ഇതിന്റെയൊക്കെ മേലെയാണ് ആരുടെ അവസ്ഥ? ഭക്തന്മാര് വന്നിട്ട് സിറ്റുവേറ്റഡ് ആയിരിക്കുന്നത്. അല്ലെങ്കിൽ ഭക്തന്മാർ വന്നിട്ട് സ്വയം ഉയർന്ന് ഈ അവസ്ഥയിലാണ് നിൽക്കുന്നത്. പരം ദൃഷ്ട്വാ നിവർത്തതേ. അതായത് ഈ താഴേക്കിടയിലുള്ള രസങ്ങളൊക്കെ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ഇല്ലാതായി പോകും. അതാണ് ഇവിടെ ആര് പറയുന്നത്? ഭഗവാൻ പറയുന്നത് ആ കുട്ടിയോട്, ബിക്കോസ് ദ മോർ യു ഹാങ്കർ ഫോർ മീ ദ മോർ യു വിൽ ബി ഫ്രീഡ് ഫ്രം ഓൾ മെറ്റീരിയൽ ഡിസയേഴ്സ്. എത്രത്തോളം നീ എനിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു അത്രത്തോളം നിനക്ക് ഭൗതിക ആഗ്രഹങ്ങളിൽ നിന്നും വിമുക്തനാകാൻ കഴിയും. അപ്പൊ നമ്മുടെ ഭൗതിക ആഗ്രഹം മാറ്റാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇതാണ്
വഴി. എന്താണ് വഴി? ഭക്തിയുത സേവനം ചെയ്താൽ മതി. ഭഗവാനെ സേവിക്കണം എന്നുള്ള ആഗ്രഹം വരുമ്പോ നമുക്ക് അതിനുള്ള സമയമേ ഉള്ളൂ. രാവിലെ എഴുന്നേൽക്കണം, 16 മാല ജപിക്കണം, മംഗളാരതി അറ്റൻഡ് ചെയ്യണം, പിന്നെ പ്രസാദം ഉണ്ടാക്കണം, പ്രസാദം ഭക്ഷിക്കണം, അല്ല ഓഫറിങ് ചെയ്യണം, ഭഗവാന് നിവേദ്യം സമർപ്പിക്കണം, പ്രസാദം ഭക്ഷിക്കണം. ഇതാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉള്ള ചിന്ത. പിന്നെ എന്താണ്? ജോലിക്ക് പോകണം. അവിടെ ചെന്ന് കഴിഞ്ഞാലോ വൈകുന്നേരത്തെ ക്ലാസ്സിനുള്ളത് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ അവിടെ ഇരുന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നില്ല, ബാക്കിയുള്ളവരോട് പരദൂഷണം പറയാനോ കറങ്ങി നടന്ന് സമയം കളയാനോ ഇല്ല, സമയമില്ല. വൈകുന്നേരത്തെ ക്ലാസ്സിനുള്ളത് പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ ഇരുന്ന് പ്രിപ്പയർ ചെയ്ത് അവസാനം എന്താണ്? വൈകുന്നേരം ആകുമ്പോഴേക്കും തിരിച്ചു വരും. തിരിച്ചു വരുമ്പോ വരുന്ന വഴിക്ക് ഭഗവാനെ കണ്ടിട്ട് പോകാം, ദർശനം എടുത്തിട്ട് തിരിച്ചു വരും. വൈകുന്നേരം വീണ്ടും 1 മണിക്കൂർ ഭഗവാനെ കുറിച്ച് സംസാരിക്കുന്നത്. ഇതിന് എവിടെയാണ് നമ്മൾക്ക് എന്താണ് അലക്ഷ്യമായിട്ട് കളയാൻ സമയമുള്ളത്? ഇല്ല. ഇതാണ് ഭഗവാനോടുള്ള ആഗ്രഹം വർദ്ധിപ്പിച്ചാലുള്ള ഗുണം എന്താണ്? നമുക്ക് സമയമേ ഇല്ല. അത് കാരണം എന്താണ്? ബാക്കിയുള്ള ആഗ്രഹങ്ങളുടെ പിന്നാലെ പോകാൻ വേണ്ടിയിട്ട് സമയമില്ല. പരദൂഷണം പറയുന്നിടത്ത് പോകാനോ, അനാവശ്യ ചിന്തകൾ മനസ്സിൽ കൊണ്ട് നടക്കാനോ, മറ്റുള്ളവരെ കുറിച്ച് ദൂഷ്യം പറയാനോ, അല്ലെങ്കിൽ പിന്നെ തെറ്റായ പ്രവൃത്തികൾ ചെയ്യാനോ ഇതൊന്നും ചിന്തിക്കാൻ പോലും നേരമില്ല. അതാണ് ഒരു ഭക്തന്റെ പ്രത്യേകത. പ്രഭുപാദ് വളരെ കാര്യമായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു? നമ്മളുടെ ഇന്ദ്രിയങ്ങളെ എൻഗേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നിരിക്കുന്നു. ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ സേവനത്തിന് വിനിയോഗിച്ചാൽ നോർമലി തന്നെ അത് സാറ്റിസ്ഫൈഡ് ആയിക്കോളും, തൃപ്തരായിക്കോളും. കാരണം ഭൗതികമായിട്ടുള്ള ഒരു കാര്യത്തെക്കാൾ കൂടുതൽ എന്താണ്? ആധ്യാത്മികമായിട്ടുള്ള കാര്യമാണ് ആത്മാവിന് തൃപ്തി തരുന്നത്. കാരണം ആത്മാവെന്ന് പറയുന്നത് ഭൗതികമല്ല തന്നെ. എന്താണ്? ആത്മാവെന്ന് പറഞ്ഞ ഭഗവാന്റെ അംശമാണ്, ഈശ്വരന്റെ പാർട്ട് ആൻഡ് പാർസലാണ്. അപ്പോ ഈ ആത്മാവിന് തൃപ്തി വരണം എന്നുണ്ടെങ്കിൽ അതിന്റെ സ്വഭാവമേ ഇല്ലാത്ത ഭൗതിക വസ്തുക്കൾ കൊണ്ട് അതിന് തൃപ്തി വരുത്താൻ പറ്റുമോ? ഇല്ല. പിന്നെ എന്താണ് തൃപ്തി? ഇതിനെ വന്നിട്ട് ഭഗവാന്റെ സേവനത്തിൽ എൻഗേജ് ചെയ്യുമ്പോ, അല്ലെങ്കിൽ അതിനെ വിനിയോഗിക്കുമ്പോ, അപ്പോഴേ ആർക്ക് സമാധാനമാവുകയുള്ളൂ, തൃപ്തിയാവുകയുള്ളൂ, ആത്മാവിന് തൃപ്തിയാവുകയുള്ളൂ. അതാണ് ഒരു ആത്മീയവാദിയുടെ പ്രത്യേകതയും. എന്താണ് പ്രഭുപാദ് ഇവിടെ പറയുന്നു? ദ മോർ a person is engaged in the transcendental loving service of the Lord, the more he acquires a hankering for it. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ഒരു അഡിക്റ്റീവ് ആണെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് അഡിക്ഷനെ കുറിച്ച് പേടിയുണ്ടല്ലേ? ലഹരി നമ്മളെല്ലാം കേൾക്കുന്നതാണ്. എന്താണ് ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും 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 എടുക്കാൻ കഴിയുന്ന ഒരു സാധനം. അത് ക്രേവിങ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾക്ക് എന്തുണ്ടാവും? ക്രേവിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരു തടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള ആഗ്രഹം ഉണ്ടാക്കുന്ന സാധനം. ഇതാണ് ലഹരി എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ലഹരിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? എന്ത് ലഹരിയാണ് ഇപ്പൊ വളരെ പിന്നെ കൊച്ചുകുട്ടികള് സ്കൂളിൽ പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴും ഒക്കെ നമ്മൾ പേടിക്കുന്നത് എന്താണ്? ലഹരിയെ കുറിച്ചാണ്. ഈ തരത്തിലുള്ള ലഹരി ഇത് പ്രഭുപാദ് പറയുന്നു. ദ മോർ എ പേഴ്സൺ ഈസ് എൻഗേജ്ഡ് ഇൻ ദ ട്രാൻസെൻഡന്റൽ ലവിംഗ് സർവീസ് ഓഫ് ദ ലോർഡ്, ദ മോർ ഹി അക്വയർസ് എ ഹാങ്കറിംഗ് ഫോർ ഇറ്റ്. ഇതും ലഹരിയാണ്. ഈ ലഹരിയുടെ പ്രത്യേകത എന്താണ്? ഇത് നമ്മളെ താഴെ തമോ ഗുണത്തിലേക്ക് കൊണ്ടുപോവുകയില്ല എന്നുള്ളതാണ് ഈ ലഹരിയുടെ പ്രത്യേകത. ഇതെന്താണ്? ഇത് നമ്മളെ ആധ്യാത്മികമായിട്ട് ഉയർത്തി, അവബോധത്തെ ഉയർത്തി സത്വഗുണത്തിൽ കൊണ്ടുവന്ന് നിർത്തുന്ന ലഹരിയാണ്. അത് നമ്മളുടെ ലിബറേഷൻ അല്ലെങ്കിൽ മുക്തിക്ക്, എങ്ങോട്ടാണ് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നത്? ബാക്ക് ടു ഹോം, ബാക്ക് ടു ഗോഡ് ഹെഡ്, അതിനു വേണ്ടിയിട്ട് സഹായിക്കുന്ന ലഹരിയാണ്. അപ്പൊ ഈ ലഹരിയെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മറ്റേ ലഹരി, അതായത് നമ്മളുടെ ആധ്യാത്മികമായിട്ടുള്ള ഭഗവത് സേവനം എന്ന് പറയുന്ന ലഹരിയെ എന്ത് ചെയ്യണം? കൂടുതൽ കൂടുതൽ നേടണം. അപ്പോ ദിസ് ഈസ് ദ ട്രാൻസെൻഡന്റൽ നേച്ചർ ഓഫ് ഗോഡ്ലി സർവീസ്. ഇതാണ് പ്രത്യേകത. നിങ്ങൾ എത്ര കൂടുതൽ ചെയ്യുന്നുവോ അത് കാരണം നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകും. ആ സന്തോഷം കാരണം നിങ്ങൾക്ക് വീണ്ടും ചെയ്യണമെന്ന് തോന്നും. വീണ്ടും കൂടുതൽ സേവനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടുതൽ സന്തോഷം ഉണ്ടാകും. അപ്പൊ വീണ്ടും സേവനം ചെയ്യണമെന്ന് തോന്നും. അപ്പൊ സേവനം എന്ന് പറയുന്നത് അഡിക്റ്റീവ് ആകുന്നത് ഇങ്ങനെയാണ്. പക്ഷേ ആ ലഹരിക്ക് എന്താണ് പ്രത്യേകത? ബൈ ഇന്റൻസ് സർവീസ് ഓഫ് ദ ലോർഡ് വൺ ക്യാൻ എക്സ്പീരിയൻസ് ദ പ്രസൻസ് ഓഫ് ദ ലോർഡ് ട്രാൻസെൻഡന്റലി. എന്താണ് ഭക്തിയുത സേവനം എന്ന് പറയുന്നത്? വെറും ജോലിയല്ല. രാവിലെ എഴുന്നേൽക്കുക, എന്താണ് ചെയ്യുക? ജോലി പോലെ സേവനം ചെയ്യുക അല്ല നമ്മൾ ചെയ്യുന്നത്. ആ സേവനം കൊണ്ട് എന്താണ്? ഭഗവാനെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ പ്രഭുപാദ് പറയുന്നു,
By intense service of the Lord, one can experience the presence of the Lord transcendentally. ഭഗവാൻ റെസിപ്രൊക്കേറ്റ് ചെയ്യും. എങ്ങനെയാണ് ഭഗവാൻ പറയുന്നത് ഭഗവത്ഗീതയില്? യേ യഥാ മാം പ്രപദ്യന്തേ താംസ്തദൈവ ഭജാമ്യഹം. എങ്ങനെയാണോ ഒരാൾ എന്നെ സമീപിക്കുന്നത്, ഞാൻ അതേപോലെ റെസിപ്രൊക്കേറ്റ് ചെയ്യുന്നു. അല്ലെ? ഹിരണ്യകശിപ്പുവും ഹിരണ്യാക്ഷനും ഒക്കെ ഭഗവാനെ ഒരു വൈരിയായിട്ടാണ് എന്ത് ചെയ്തത്? ഭഗവാനെ സമീപിച്ചത്. അതുകൊണ്ട് ഭഗവാൻ അതിന് ഏറ്റവും വലിയ വൈരിയായിട്ട് അവരൊക്കെ തിരിച്ച് റെസിപ്രൊക്കേഷൻ കൊടുത്തു. പ്രഹ്ലാദ് ഭഗവാനെ എങ്ങനെയാണ് സ്വീകരിച്ചത്? സ്വന്തം അച്ഛനെ പോലെ. അതായത് നരസിംഹമൂർത്തിയുടെ മുന്നിൽ പേടിയേ ഇല്ലാത്ത ഒരാൾ പ്രഹ്ലാദ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചോദിച്ചു നരസിംഹമൂർത്തി, നിനക്ക് എന്ത് പേടിയില്ലാത്തത്? അപ്പോ പ്രഹ്ലാദ് മഹാരാജ് പറഞ്ഞു, സിംഹത്തിന്റെ കുട്ടിക്ക് സിംഹത്തിനോട് പേടി ഉണ്ടാവോ എന്ന് ചോദിച്ചു. നരസിംഹമൂർത്തിയോട് പറയാണ്, സിംഹത്തിന്റെ കുട്ടിക്ക് സിംഹത്തിനോട് പേടി ഉണ്ടാവുമോ? ഇല്ല. അത് അതിന്റെ അമ്മയുടെയും അച്ഛന്റെയും സിംഹത്തിന്റെ കുട്ടികൾ എന്ന് പറയുന്നത്, സിംഹം അതിനെ കടിച്ചു തിന്നാറുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നരസിംഹമൂർത്തിയോട് പ്രഹ്ലാദൻ പറയുകയാണ്, എനിക്ക് ആ സ്നേഹമാണ് അങ്ങ് തരുന്നത്, എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന, സംരക്ഷിക്കുന്ന സ്നേഹം. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ കുട്ടിയാണ്. അതുകൊണ്ട് കുട്ടിക്ക് സിംഹത്തിനെ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതേപോലെ നമ്മളിപ്പോ പറഞ്ഞു വന്നത് എന്താണ്? ഭഗവാൻ റെസിപ്രൊക്കേറ്റ് ചെയ്യുന്ന കാര്യം പറയുകയാണ്. അപ്പൊ ഭഗവാൻ വെറുതെ കൈയും കെട്ടി നോക്കിയിരിക്കുമോ? ഇല്ല. ഭഗവാൻ അതിനെ റെസിപ്രൊക്കേറ്റ് ചെയ്യും. നമ്മൾ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ ഭഗവാൻ 10 സ്റ്റെപ്പ് ഇങ്ങോട്ട് വെക്കും എന്ന് പറയും. നമ്മളുടെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഭഗവാന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്ത് സ്റ്റെപ്പാണ്? ഉരുക്രമ, ത്രിവിക്രമ. ആരാണ്? വാമനമൂർത്തിയുടെ സ്റ്റെപ്പ് എങ്ങനെ ഇരിക്കും എന്ന് നോക്കൂ. ആ ആധ്യാത്മിക ലോകം എന്ന് പറയുന്നത് ഭൗതിക ലോകത്തിലിരിക്കുന്ന നമ്മൾക്ക് അത്ര അടുത്ത് വരും. ഭഗവാൻ ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് തന്നെ അതെല്ലാം കവർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾക്ക് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. എന്താണ് നമ്മൾക്ക് വെച്ചേക്കുന്നത്? ഭഗവാന്റെ റെസിപ്രൊക്കേഷൻ ആണ്. ആ റെസിപ്രൊക്കേഷൻ കിട്ടുമ്പോ എന്താണ്? ഭഗവാൻ നമുക്ക് അതീന്ദ്രിയമായിട്ടും ദർശനീയനാകും. നോക്കൂ, പ്രഭുപാദ് ലാസ്റ്റ് പറയുന്നത്, therefore seeing the Lord means being engaged in his service because his service and his person are identical. ഇത് നമുക്ക് വളരെയധികം പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് പ്രഭുപാദ് തരുന്നത്. എന്താണ്? ഭഗവാനെ കാണണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ നടന്നാൽ പോരാ. ഭഗവാനെ കാണുക എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സേവനം ചെയ്യുക എന്നുള്ളതാണ്. ഭഗവാന്റെ സേവനം ചെയ്യുമ്പോൾ നാച്ചുറലി ഭഗവാൻ നിങ്ങൾക്ക് ദർശനീയനായി മാറും. അപ്പോ എന്താണ് ഇവിടെ നമ്മൾ കേട്ടത്? ഭഗവാൻ പറയുന്നു, എന്റെ രൂപം ഒരു പാർശ്വം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. അത് നിനക്ക് പ്രശ്നമുള്ളത് ഒന്നും കൊണ്ടല്ല. അനഘ, നീ സർവഗുണ സമ്പന്നനാണ്. പക്ഷേ എന്നിലേക്കുള്ള ആ യാത്രയില് ആ ആഗ്രഹം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ദർശനം തന്നത്. ആ ആഗ്രഹം കൊണ്ട് എത്രത്തോളം നീ ആഗ്രഹിക്കുന്നു അതിനനുസരിച്ച് നിന്റെ മാലിന്യങ്ങളെല്ലാം പോയിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. എനിക്ക് തോന്നുന്നു അജംല പ്രഭു ഇപ്പോഴും സ്ക്രീൻ വിസിബിൾ അല്ല. ഞാന് ഒരു ഡിസ്റ്റർബൻസ് ഇതിനകത്ത് ആകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നേരത്തെ ഇപ്പൊ വിസിബിൾ ആണ്. ഓക്കെ, അടുത്തത് 23-ാമത്തെ ശ്ലോകം. സത്സേവയാ ദീർഘയാപി ജാത മയി ദൃഢാമതി ഹിത്വാ വദ്യം ഇമം ലോകം ഗന്താമജ്ജനതാമസി. സത്സേവയാ ദീർഘയാപി ജാത മയി ദൃഢാമതി ഹിത്വാ വദ്യം ഇമം ലോകം ഗന്താമജ്ജനതാമസി. സത്സേവയാ ദീർഘയാപി ജാത മയി ദൃഢാമതി ഹിത്വാ വദ്യം ഇമം ലോകം ഗന്താമജ്ജനതാമസി. കാണുന്നില്ല ഒന്നും. ഓക്കെ. സത്സേവയാ. അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം എന്താണ് ഇതിനകത്ത് പറയുന്നത്. ഇപ്പൊ എന്താണ് ഭഗവാൻ പറഞ്ഞത്? നിനക്ക് ഒന്നും കൊണ്ടല്ല, നീ സർവഗുണ സമ്പന്നനാണ്. പക്ഷെ എന്നോടുള്ള ആഗ്രഹം എത്ര കൂടുതൽ വളരുന്നുവോ അതിനനുസരിച്ച് നിന്റെ അനർത്ഥങ്ങളെല്ലാം മാറിക്കോളും. അതിനു വേണ്ടിയിട്ടാണ് എന്റെ ദർശനം ഞാൻ തന്നതും എന്ന് പറഞ്ഞു. ഇനി പറയുകയാണ് സത്സേവയ. സേവയുടെ കാര്യമാണ് പറയുന്നത്, സേവനത്തിന്റെ കാര്യം. സത്സേവയ അദീർഘയാപി, അതാണ് ആദ്യത്തെ
ആദ്യത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ ആ ഒരു സെന്റൻസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് സത് സേവയ, രണ്ട് അദീർഘയ. കാരണം ആ സേവയാ എന്നുള്ള നീട്ടം ഉണ്ടല്ലോ, അതിനെ വെച്ച് നമുക്ക് മുറിക്കണം. എന്താണ് ആ എന്ന് പറയുന്നത് അടുത്ത പിന്നെ വാക്കിന്റെ തുടക്കവും കൂടാണ്. സത് സേവയാ അദീർഘയാപി. അങ്ങനെയാണ് അത് വായിക്കുക. എന്താണ് അതിന്റെ അർത്ഥം? വളരെ ഇമ്പോർട്ടന്റ് അർത്ഥമുള്ള ശ്ലോകമാണ്. സത് സേവയ എന്ന് പറഞ്ഞാൽ സത്തുക്കളുടെ സേവനം കൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ, അല്ലെങ്കിൽ ഈ ഒരു എന്താണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭഗവാന്റെ സേവനത്തെ കുറിച്ചല്ലേ. അപ്പൊ സത് സേവയ എന്ന് പറഞ്ഞാൽ സത്തുക്കളുടെ സേവനം എന്നും ഉദ്ദേശിക്കാം, ഭഗവാന്റെ സേവനം എന്നും അർത്ഥമാക്കാം. ഇവിടെ പക്ഷേ പ്രഭുപാദ എഴുതിയിരിക്കുന്നത് ബൈ സർവീസ് ഓഫ് ദ അബ്സല്യൂട്ട് ട്രൂത്ത്, അതായത് പരമദിവ്യോത്തമ പുരുഷന്റെ സേവനം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ കോണ്ടെക്സ്റ്റിൽ, അതായത് ഈ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്തിനെയാണ്? ഭഗവാന്റെ സേവനത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ സത് സേവയാ എങ്ങനെയാണ്? ഭഗവാന്റെ സേവനം ചെയ്യുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? ഒരുപാട് നാൾ ചെയ്യണോ? നാരദ മഹർഷി ആ കുട്ടി ചോദിക്കും, എത്ര നാൾ ചെയ്യേണ്ടി വരും? അങ്ങേ ഞാൻ ആദ്യമായിട്ട് കണ്ടു, എനിക്ക് ഭയങ്കര വിഷമമായി, അങ്ങ് മറഞ്ഞു പോയപ്പോ എനിക്ക് അങ്ങേ വീണ്ടും കാണണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങ് പറയുന്നു എനിക്ക് കാണാൻ കഴിയും. എങ്ങനെ? എന്റെ ഭൗതിക മാലിന്യങ്ങളെല്ലാം നീങ്ങിയായിരുന്നു. അതിനുവേണ്ടി ഞാൻ ഇനി എത്ര നാള് കാത്തിരിക്കേണ്ടി വരും എന്ന് ആര് ചോദിക്കുന്നു? നാരദ മഹർഷി ആ കുട്ടി ചോദിക്കുന്നു, എത്ര നാള് കാത്തിരിക്കേണ്ടി വരും? അപ്പൊ ഭഗവാൻ പറയുന്നു അദീർഘയാ. അദീർഘയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാടൊന്നും വേണ്ട. ഫോർ സം ഡേയ്സ്, കുറച്ച് നാള് പ്രതീക്ഷിച്ചിരുന്നാൽ മതി. നീ ഭയങ്കര കാരുണ്യവാനാണ് ഭഗവാൻ, നമ്മളെ കൊണ്ട് ഒരുപാട് കഷ്ടപ്പെടുത്തുന്നൊന്നുമില്ല. എന്താണ് പറയുന്നത്? സത്സേവയ, എന്റെ സേവനം ചെയ്യൂ. അത് ഒരുപാട് നാൾ, ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് വർഷങ്ങളൊന്നും ജന്മങ്ങളൊന്നും നീ ചെയ്യണ്ട. എന്താ ചെയ്യേണ്ടത്? എന്റെ സേവനം അദീർഘയാപി, കുറച്ചു ദിവസം ചെയ്താലും മതി. എന്ത് കിട്ടും? ജാത മയി ദൃഢമതി. എന്താണ് ജാത? ജാത എന്ന് പറഞ്ഞാൽ ജനിക്കുക എന്നാണ് അല്ലേ? അതറിയാലോ നിങ്ങൾക്ക്. ജാതനായവൻ എന്ന് പറയുന്നത് എന്താണ്? ജനിച്ചവൻ എന്നാണ്. അപ്പൊ ജാത എന്ന് പറഞ്ഞാൽ ജനിക്കുക. എന്താണ് ജനിക്കുക? മയി ദൃഢമതി. ദൃഢം, മതി ബുദ്ധി, ഇതൊക്കെ പര്യായ പദങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മയി എന്നിൽ, അല്ലെ? എന്താണ്? ജാത മയി ദൃഢമതിഹി. അപ്പൊ എങ്ങനെയാണ്? സേവനം കൊണ്ട്. അന്ന് ഒരുപാട് കാലം ചെയ്യണോ? വേണ്ട. അദീർഘയാപി, കുറച്ചു കാലം ചെയ്താൽ മതി. അല്ലെങ്കിലും നമ്മളെ ഒരുപാട് നാള് ഇങ്ങനെ കഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല ഭഗവാന്. നമ്മൾ സിൻസിയർ ആണെങ്കിൽ വളരെ വേഗം തന്നെ ഭഗവാന്റെ അടുത്ത് എത്താനുള്ള എല്ലാ വഴിയും പറഞ്ഞു തരും. ജാത മയി ദൃഢമതി, എന്നിൽ വളരെ ദൃഢമായ മനസ്സ് അല്ലെങ്കിൽ ബുദ്ധി ഉറച്ചവനായി മാറും. എന്നിട്ടോ അങ്ങനെയുള്ള ഉറച്ച ബുദ്ധി കൊണ്ട് എന്താണ് സംഭവിക്കുക? ഹിത്വാ അവദ്യം ഇമം ലോകം. എന്താണ്? ഈ ലോകം എന്ന് പറയുന്നത് വളരെയധികം എന്താണ്? ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഭൗതിക ലോകം എന്ന് പറയുന്നത് തരണം ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നത് അവദ്യം ഇമം ലോകം. ഈ ഭൗതിക ലോകങ്ങളെ എല്ലാം തരണം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് സാധാരണ പറയുന്നത്. പക്ഷെ ജാതമയി ദൃഢമതി, ആരാ? എന്നിൽ ദൃഢമായിട്ടുള്ള മതിയുള്ളവൻ എന്തു ചെയ്യും? ഹിത്വ, വളരെ എളുപ്പത്തിൽ തന്നെ അതിനെ ഉപേക്ഷിക്കും. അതായത് പിന്നെ ഭൗതിക ലോകത്തിൽ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം 24 മണിക്കൂറും അല്ലെങ്കിൽ എന്താണ്, സ്വാഭാവികമായിട്ടും ഒരാളില് ഭഗവാനില് ഉറച്ച ബുദ്ധിയുള്ളവനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഭൗതിക ലോകത്തിലാണെങ്കിലും ആധ്യാത്മിക ലോകത്തിലാണെങ്കിലും രണ്ടും ഒരുപോലെ തന്നെയാണ്. കാരണം ഇവിടെയും അയാൾ 24 മണിക്കൂറും ഭഗവാനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അവിടെ പോയാലും അയാൾ 24 മണിക്കൂറും ഭഗവാനോടൊപ്പം ആനന്ദിച്ച് അദ്ദേഹത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഹിത്വ അവദ്യം ഇമം ലോകം. പിന്നെ എന്നിട്ട് എവിടെ പോകും? ഭൗതിക ലോകം എന്ന് പറയുന്നത് ഉപേക്ഷിക്കാൻ പോകുന്നു. ആര്? ഒരു പരിശുദ്ധ ഭക്തൻ. ഇനി എങ്ങോട്ട് പോകും? നാരദ കുട്ടിയോട് പറയുകയാണ്, നീ വിഷമിക്കണ്ട, നിനക്ക് അധികം നാളൊന്നും എന്ത് ചെയ്യേണ്ട ആവശ്യം വരില്ല, കാത്തിരിക്കേണ്ടി വരില്ല. നീ എത്രത്തോളം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു അതിന് തക്കതായിട്ട് നിനക്ക് ദൃഢമായിട്ടുള്ള ബുദ്ധി എന്നിൽ ഉറയ്ക്കും. അപ്പോ ഹിത്വ അവദ്യം ഇമം ലോകം, ഈ ലോകം വളരെയധികം ബുദ്ധിമുട്ടാണ് എന്ത് ചെയ്യാൻ, ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു പരിശുദ്ധ ഭക്തന് വളരെ എളുപ്പത്തിൽ അത് ചെയ്യാൻ കഴിയും.
എന്നിട്ട് എങ്ങോട്ട് പോകും? ഗന്താ മജ്ജനതാമസി. എന്താണ്? എന്നോടൊപ്പം എന്റെ നിത്യ സേവകന്മാരുള്ള സ്ഥലത്ത്. എവിടെയാണ്? ബാക്ക് ടു ഗോഡ് ഹെഡ്. എവിടെയാണ്? ബാക്ക് ടു ഗോഡ് ഹെഡ് അല്ലെ? നമുക്കറിയാം മജ്ജനതാം എന്താണ്? മൈ അസോസിയേറ്റ്. നോക്കൂ, ഇവിടെ ഭഗവാൻ ഒരിക്കലും നീ എന്നിൽ ലയിച്ചു ചേരുമെന്നോ, അല്ലെങ്കിൽ നീ ബ്രഹ്മത്തിൽ ലയിച്ചു ചേരുമെന്നോ, അല്ലെങ്കിൽ എന്താണ് ബ്രഹ്മത്തിൽ ലയിച്ചു ചേരുമെന്നോ എന്നിൽ ലയിച്ചു ചേരുമെന്നോ ഇതൊന്നും ആര് ചെയ്യുന്നില്ല, പറയുന്നില്ല, ഭഗവാൻ പറയുന്നില്ല. എന്താണ് നാരദ മഹർഷി ആ കുട്ടിയോട് പറയുന്നത്? ഭഗവാൻ ഗന്താ മജ്ജനതാമസി, എന്റെ അസോസിയേറ്റ്സ് എന്നാണ് പറയുന്നത്. അസോസിയേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തിയുടെ കൂടെ നിൽക്കുന്ന ആളെയാണ് അസോസിയേറ്റ് എന്ന് പറയുന്നത് അല്ലേ? ഈ വ്യക്തിയായി മാറും എന്നാണോ പറഞ്ഞത്? അല്ല. ഗന്താ മജ്ജനതാമസി, അതായത് ഈ ഭൗതിക ലോകം ഉപേക്ഷിച്ച് ആ ഭക്തൻ എങ്ങോട്ടാണ് പോകുന്നത്? മൈ അസോസിയേറ്റ്, എന്റെ പാർഷദനായി മാറും എന്നാണ് അല്ലെ? വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. എന്താണ്? സത്സേവയ അദീർഘയാപി ജാതാ മയി ദൃഢാ മതിഃ ഹിത്വാ അവദ്യം ഇമം ലോകം ഗന്താ മജ്ജനതാമസി. എന്താണ്? ബൈ സർവീസ് ഓഫ് ദ അബ്സല്യൂട്ട് ട്രൂത്ത്, even for a few days, a devotee attains firm and fixed intelligence in me. Consequently, he goes on to become my associate in the transcendental world after giving up the present deplorable material worlds. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ലോകത്തിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്റെ ഭക്തന് വളരെ നിസ്സാരമായിട്ട് അത് കഴിയും എന്നാണ് പറയുന്നത്. So serving the absolute truth means rendering service unto the supreme personality of Godhead under the direction of a bona fide spiritual master. ഇതും നമുക്ക് പ്രഭുപാദിന് പ്രത്യേകം തരുന്ന നിർദ്ദേശം, പ്രഭുപാദ് പ്രത്യേകം തരുന്ന നിർദ്ദേശമാണ്. എന്താണ്? സർവീസ് ഓഫ് ദ അബ്സല്യൂട്ട് ട്രൂത്ത്. എന്താണ്? സ്പിരിച്വൽ മാസ്റ്റർ, ബോണഫൈഡ് സ്പിരിച്വൽ മാസ്റ്റർ. ആരാണ്? ഒരു ഗുരു, ആധ്യാത്മിക ഗുരുവിന്റെ നേതൃത്വത്തിൽ വേണം ഇതെല്ലാം ചെയ്യാൻ. നമ്മൾക്ക് തോന്നുന്നത് പോലെ സേവനം ചെയ്യാൻ പറ്റുകയില്ല. ആധ്യാത്മിക ഗുരുവിന്റെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? സേവനം ചെയ്യേണ്ടത്. ആധ്യാത്മിക ഗുരുവിന്റെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? സേവനം ചെയ്യേണ്ടത്. നമ്മൾക്ക്, അതായത് ഒരു പുതുഭക്തന് എങ്ങനെയാണ് സേവനം ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ അറിയാൻ മേലാതെ നമ്മൾക്ക് തോന്നുന്ന വഴി യത്പത് തത്പത് എന്ന് പറഞ്ഞിട്ട് എന്റെ വഴി വഴി തനി വഴി എന്നോ, എന്താണ്, ഇറ്റ്സ് മൈ ലൈഫ് മൈ റൂൾ എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലേ എല്ലാവരും. എന്റെ ജീവിതം എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കും, എന്റെ വഴി ഞാൻ തന്നെ വെട്ടിയെടുക്കും എന്നൊക്കെ പറയുന്നത് ആധ്യാത്മികമായിട്ട് എന്ത് ചെയ്യുകയില്ല, നമുക്ക് വളരെയധികം സഹായിക്കുകയില്ല. അതിന് ഒരു ആര് വേണം? അതിന് ഒരു ഗുരു വേണം. The neophyte devotee has no ability to approach the absolute personality of Godhead by the strength of his present imperfect material senses. And therefore, under the direction of the spiritual master, he is trained in transcendental service of the Lord. പരിശീലനം നേടിയാൽ മാത്രമേ അതിനെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലേ? എന്ത് കാര്യത്തിനും പരിശീലനം ആവശ്യമാണ്. 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാൻ വേണ്ടി ഒരു കുട്ടി പഠിക്കും. പരീക്ഷയ്ക്ക് തൊട്ട് തലേ ദിവസം മാത്രം പഠിച്ചാൽ അവൻ എന്തെങ്കിലും എഴുതാൻ പറ്റുമോ? ഇല്ല. അവൻ ആ വർഷം മുഴുവൻ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോ സേവനം ചെയ്യുന്നത് നമുക്ക് തോന്നുന്നത് പോലെയല്ല. പരിശീലനം ടീച്ചർമാര് പറയുന്നത് പോലെയാണ് കുട്ടി പഠിക്കുന്നത്, ടീച്ചർമാര് പഠിപ്പിക്കുന്നത് പോലെയാണ് പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണ് ചെയ്യുന്നത്? നിയോഫൈറ്റ് അല്ലെങ്കിൽ പുതുഭക്തന്മാർ, നമ്മളെല്ലാവരും നിയോഫൈറ്റ്സ് ആണ്. നാരദ മഹർഷിയുടെയോ ആ കുട്ടിയുടെയോ ലെവലിൽ പോലും അല്ല നമ്മളുള്ളത്. ആ കുട്ടിയുടെ ലെവലിൽ എത്തണം എന്നുണ്ടെങ്കിൽ എന്താണ്? അതിന് ഭൗതിക ആഗ്രഹങ്ങളൊന്നുമില്ലായിരുന്നു. നമ്മൾക്ക് ഇപ്പോഴും നിറയെ ഭൗതിക ആഗ്രഹങ്ങളാണ്. അപ്പോ ഈ സർവീസ് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ആര് പറഞ്ഞു തരണം? ആധ്യാത്മിക ഗുരുനാഥൻ പറഞ്ഞു തരണം. ആ ഗുരുനാഥൻ പറയുന്നതിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? സേവനം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ അങ്ങനെ എന്ത് സംഭവിക്കും? നീ എന്റെ അടുത്ത് തിരിച്ചു വരും അല്ലേ? ഭഗവാൻ ഇവിടെ പറയുന്ന ഇതേ ശ്ലോകം എവിടെയും പറയുന്നുണ്ട്, ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. എല്ലായിടത്തും ഭഗവാൻ ഒരേ കാര്യം തന്നെ പറയുന്നു. എന്ത് പറയും?
ഭഗവാൻ തിരിച്ച് എന്റെ അടുക്കൽ വരും, തിരിച്ച് എന്റെ അടുക്കൽ വരും, തിരിച്ച് എന്റെ അടുക്കൽ വരും എന്ന് പറയും. നോക്കാം നമുക്ക് അടുത്ത ശ്ലോകം, 24-ാമത്തെ ശ്ലോകം. 20 മുതൽ 25 വരെ ഭഗവാൻ സമാധാനിപ്പിക്കുകയാണ് ആ കുട്ടിയെ. കുഴപ്പമില്ല, എല്ലാം ശരിയാകും, നിനക്ക് സമയം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് നാരദ മഹർഷി ആ കുട്ടീനെ സമാധാനിപ്പിക്കുകയാണ്. അപ്പൊ നോക്കൂ 24-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ എന്താണ് പറയുന്നത് എന്ന്. മതിർമയി നിബദ്ധേയം ന വിപദ്യേത കർഹിചിത് പ്രജാസർഗ നിരോധേപി സ്മൃതിശ്ചാമതനുഗ്രഹാത്. മതിർമയി നിബദ്ധേയം ന വിപദ്യേത കർഹിചിത് പ്രജാസർഗ നിരോധേപി സ്മൃതിശ്ചാമതനുഗ്രഹാത്. എന്ത് പറയുന്നു? ഒന്നും കൂടെ വായിക്കാം നമുക്ക് ശ്ലോകം. മതിർമയി നിബദ്ധേയം ന വിപദ്യേത കർഹിചിത് പ്രജാസർഗ നിരോധേപി സ്മൃതിശ്ചാമതനുഗ്രഹാത്. ഇത് ഒരു അഷുറൻസ് ആണ്. അതായത് എന്താണ് അഷുറൻസ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഒന്നും സംഭവിക്കില്ല, നിന്നെ ഞാൻ സംരക്ഷിച്ചുകൊള്ളാം എന്ന് ഭഗവാന്റെ ഉറപ്പാണ് എന്ത് ഈ ശ്ലോകം എന്ന് പറയുന്നത്. ഭഗവാൻ പറയുകയാണ് മതിർ, നേരത്തെ പറഞ്ഞില്ലേ, എന്താണ് നേരത്തെ പറഞ്ഞത്? ജാതാമയി ദൃഢാമതിഹി. അപ്പൊ ആ മതിന്റെ ബാക്കിയാണ് പറയുന്നത്. ജാതാമതി ദൃഢമതി, ജാതാമയി ദൃഢമതി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു കഴിഞ്ഞ ശ്ലോകത്തില്? എന്നിൽ ബുദ്ധി ഉറച്ചവനായിരിക്കുക, അതല്ലെങ്കിൽ ഇന്റലിജൻസ് ഫിക്സ്ഡ് ഇൻ മീ എന്ന് വേണമെങ്കിൽ പറയാം. നിന്റെ ബുദ്ധി എന്നിൽ ഉറച്ചവനായിരിക്കുമ്പോൾ ആ ബുദ്ധിയെ കുറിച്ചാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. മതിർമയി നിബദ്ധേയം എന്താണ്? ഇന്റലിജൻസ് എൻഗേജ്ഡ് ഇൻ മൈ ഡിവോഷൻ, എന്റെ സേവനത്തിന് ഉപയോഗിക്കുന്ന ബുദ്ധി. അതിന്റെ പ്രത്യേകത എന്താണ്? ന വിപദ്യേത കർഹിചേത്. എന്താണ്? cannot be thwarted at any time. അത് ഒരിക്കലും എന്താവുകയില്ല, ഒരിക്കലും വന്നിട്ട് എന്നിൽ നിന്നും സെപ്പറേറ്റ് ആവുകയില്ല, എന്നിൽ നിന്നും മാറിപ്പോവുകയില്ല. എന്നിൽ ഉറച്ച ബുദ്ധി അല്ലെങ്കിൽ എന്റെ സേവനത്തിന് വേണ്ടി വിനിയോഗിക്കുന്ന ബുദ്ധി എപ്പോഴും എന്റെ കംപ്ലീറ്റ് പ്രൊട്ടക്ഷനിലായിരിക്കും. ഭഗവാന്റെ കംപ്ലീറ്റ് പ്രൊട്ടക്ഷനിലായിരിക്കും ആ ഭക്തൻ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? അങ്ങനെ കംപ്ലീറ്റ് പ്രൊട്ടക്ഷനിലിരിക്കുന്ന ഒരു ഭക്തൻ, ആ ഭക്തന്റെ ഈ ഭൗതിക ശരീരം ഉപേക്ഷിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അല്ലയോ കുട്ടി, നീ എന്ത് ചെയ്യണം? എന്റെ സേവനത്തിൽ വിനിയോഗിക്കണം നിന്റെ ബുദ്ധിയെ. അങ്ങനെ എന്റെ സേവനത്തിൽ വിനിയോഗിച്ച ബുദ്ധി ഒരിക്കലും വന്നിട്ട് എന്നിൽ നിന്നും മാറിപ്പോവുകയില്ല, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ തനിച്ചാക്കുകയില്ല. എന്നിട്ട് എന്ത് സംഭവിക്കും? പ്രജാ സർഗ നിരോധേപി. എന്താണ് പ്രജാ സർഗ നിരോധേപി? എന്താണ്? അറ്റ് ദ ടൈം ഓഫ് ക്രിയേഷൻ ആൻഡ് അറ്റ് ദ ടൈം ഓഫ് അനിലിയേഷൻ. പ്രജ, സർഗ, നിരോധ. സർഗ എന്ന് പറഞ്ഞാൽ സൃഷ്ടി, നിരോധ എന്ന് പറഞ്ഞാൽ പ്രളയം. സൃഷ്ടിയും പ്രളയവും. സ്ഥിതി ഭഗവാൻ ഡയറക്ട്ലി അണ്ടർ ദ കൺട്രോൾ, അല്ലെ? ഭഗവാന്റെ ഡയറക്റ്റ് കൺട്രോളിലാണ് സ്ഥിതി. ഇനി സൃഷ്ടിയും പ്രളയവും. ഈ സമയത്ത് ജീവാത്മാക്കൾക്ക് എന്ത് സംഭവിക്കും? മറന്നേ പോകും. എന്താണ് താൻ? കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു താൻ? ഈ ജന്മത്തിൽ ഞാൻ ആരാണ്? എന്തുകൊണ്ടാണ് ഞാൻ ഈ ജന്മം എടുത്തത്? ഇതൊന്നും ആർക്കും മനസ്സിലാവുകയില്ല. ഒരു ഭൗതിക അവസ്ഥയിലുള്ള ജീവാത്മാവിന് മനസ്സിലാവുകയില്ല. പക്ഷെ ഇവിടെ ഭഗവാൻ പറയുന്നു, എന്റെ സ്പെഷ്യൽ ഫേവർ, എന്റെ ഒരു പ്രത്യേക കാരുണ്യം എന്താണെന്ന് വെച്ചാൽ സ്മൃതി മദ് അനുഗ്രഹാത്. എന്റെ അനുഗ്രഹം കൊണ്ട് നിനക്ക് ഇതെല്ലാം ഓർമ്മ വരും. എന്താണ്? ഈവൻ അറ്റ് ദ ടൈം ഓഫ് ക്രിയേഷൻ ആസ് വെൽ ആസ് അറ്റ് ദ ടൈം ഓഫ് അനീലിയേഷൻ, your remembrance will continue by my mercy. എന്നിൽ ഉറച്ച ബുദ്ധി, ആ ബുദ്ധിയെ കുറിച്ചാണ് ഇവിടെ ഉറപ്പ് തരുന്നത്. ആര്? ആ ബുദ്ധി ഒരിക്കലും എന്റെ ഓർമ്മയിൽ നിന്നും മാറിപ്പോവുകയേ ഇല്ല. ജനിക്കണ സമയത്തും, അതായത് പ്രജാ സർഗ നിരോധേപി, ഈ ജീവജാലങ്ങളെല്ലാം വിസ്മൃതിയിൽ ആണ്ടുപോകുന്നത് ഈ രണ്ട് സംഭവങ്ങളിലാണ്. എങ്ങനെ? സൃഷ്ടിക്കുന്ന സമയത്ത് കഴിഞ്ഞ ജന്മത്തിനെ കുറിച്ച് നമുക്ക് ഓർമ്മയില്ല, മരിക്കണ സമയത്ത് അടുത്ത ജന്മത്തിൽ എന്ത് സംഭവിക്കുന്നു നമുക്ക് അറിയുകയില്ല. അല്ലെങ്കിൽ സൃഷ്ടിയും പ്രളയവും, ഈ രണ്ട് സമയത്തും ജീവജാലങ്ങൾ എന്ത് ചെയ്യും? മറവിയിലാണ്. പക്ഷേ
നിനക്ക് എന്റെ പ്രത്യേക കരുണയുള്ളത് കൊണ്ട് എന്നെക്കുറിച്ച് ഒരിക്കലും നിനക്ക് മറന്നു പോകേണ്ടി വരികയില്ല. ഇതാണ് ഭഗവാൻ തരുന്ന ഉറപ്പ്. ആർക്ക്? നാരദ മഹർഷി എന്ന ആ കുട്ടിയോട് ഭഗവാൻ പറയുകയാണ്. നമ്മൾ ഇതേ ശ്ലോകം എവിടെ കേൾക്കുന്നു? ഭഗവത്ഗീതയിലും കേൾക്കുന്നു അല്ലേ? എന്താണ് കേൾക്കുന്നത്? എന്താണ്? സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. എന്താണ്? കുറച്ച് ചെയ്താൽ മതി, അത് ഭയങ്കര വലിയ ഭയങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കും. എന്താണ് ആ വലിയ ഭയം? മരണവേളയാണ് ആ ഭയം. ഇനിയൊരു ശരീരം എടുക്കേണ്ടി വരുന്നതാണ് ഭയം. അങ്ങനെയുള്ള ഭയത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുമെന്നും ഭഗവാൻ പറയുന്നതും ഇതേ അർത്ഥം തന്നെയാണ്. എന്താണ്? Intelligence engaged in my devotion cannot be thwarted at any time, even at the time of creation as well as at the time of annihilation. Your remembrance will continue by my mercy. എന്റെ കാരുണ്യം കൊണ്ട് നിനക്ക് എന്തുണ്ടാകും? ആ ഓർമ്മയുണ്ടാകും. അപ്പോ ഭഗവത്ഗീതയിലും പറയുന്നു, ജന്മജന്മാന്തരങ്ങൾ കഴിഞ്ഞാലും നമ്മൾ ചെയ്യുന്ന ഭക്തിയുത സേവനം അങ്ങനെ തന്നെ ക്രെഡിറ്റ് ആയിരിക്കും. അത് ഒരിക്കലും ഇല്ലാതാവുകയില്ല. നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ എന്തൊക്കെ അക്വയർ ചെയ്താലും മരണം എന്നുള്ള അവസ്ഥയിൽ അതിനെല്ലാം നമുക്ക് വിട്ടുപോകേണ്ടി വരും. എത്ര PhD എടുത്താലും, എത്ര ധനം സമ്പാദിച്ചാലും, എത്ര സൗന്ദര്യമുള്ള ശരീരം ഉണ്ടായിരുന്നാലും, എത്ര ഇൻഫ്ലുവൻസ് ഉള്ള ആളായിരുന്നാലും, എന്താണെങ്കിലും മരണം എന്ന് പറയുന്നത് ഒരു താൽക്കാലിക വിരാമമാണ്. അത് കഴിഞ്ഞിട്ട് ആ ജീവൻ എന്ത് സംഭവിക്കും എന്നുള്ളത് ആർക്കും പറയാൻ പറ്റുകയില്ല. അതെല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടി വരും. സ്വത്തുക്കളോ, ഭാര്യയോ, കുട്ടികളോ, വിദ്യാഭ്യാസമോ, പണമോ, എന്താണ് സൗന്ദര്യമോ ഒന്നും വന്നിട്ട് മരണം കഴിഞ്ഞിട്ട് അടുത്ത ജന്മത്തിലേക്ക് നമ്മൾ ആരും കൊണ്ടുപോകുന്നില്ല. ഒരേ ഒരു കാര്യം മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. എന്താണ്? സ്മരണ. ആരെ കുറിച്ചുള്ള സ്മരണ? ഭഗവാനെ കുറിച്ചുള്ള സ്മരണ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. അപ്പോ എന്താണ് നമ്മൾക്ക് ചോയ്സ്? അതായത് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ നശ്വരമായിട്ടുള്ള കാര്യങ്ങളോടാണോ നിങ്ങൾക്ക് താല്പര്യം, അതോ അനശ്വരമായിട്ടുള്ള ഭക്തിയുത സേവനത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ശ്രമിക്കാൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് ആലോചിച്ചു നോക്കാം അല്ലേ? 25ാമത്തെ ശ്ലോകം വന്നിട്ട് എന്താണ്? 25th 25ാമത്തെ ശ്ലോകം. ഇത് കുറച്ചും കൂടെ നീണ്ട ശ്ലോകമാണ് അല്ലെ? എങ്ങനെയായിരിക്കും അപ്പൊ അത് വായിക്കുന്നത് നമ്മള്? ഏതാവദുക്ത്വോ പരരാമ തന്മഹത് ഭൂതം ന ഭോലിംഗം അലിംഗമീശ്വരം അഹം ച തസ്മൈ മഹതാം മഹീയസേ ശീഷ്ണാവനാമം വിദധേനുകമ്പിത. നമ്മൾ നേരത്തെ വായിച്ചതുപോലെ അല്ല അല്ലേ? ഇത് വേറെ വൃത്തത്തിലാണ് നമ്മൾ വായിക്കുന്നത്, കാരണം വാക്കുകൾ കൂടുതലുള്ളതുകൊണ്ട്. ഏതാവദുക്ത്വോ പരരാമ തന്മഹത് ഭൂതം ന ഭോലിംഗമലിംഗമീശ്വരം അഹം ച തസ്മൈ മഹതാം മഹീയസേ ശീഷ്ണാവനാമം വിദധേനുകമ്പിത. ഏതാവദുക്ത്വോ പരരാമ തന്മഹത് ഭൂതം ന ഭോലിംഗമലിംഗമീശ്വരം അഹം ച തസ്മൈ മഹതാം മഹീയസേ ശീഷ്ണാവനാമം വിദധേനുകമ്പിത. എന്താണ്? ഭഗവാന്റെ വാക്കുകൾ ഇവിടെ തീരുകയാണ്. ആരോട്? ആ കുട്ടിയോട്. ഏതാവത് ഇപ്രകാരം, ഉക്തുവാ പറഞ്ഞിട്ട്, ഉപരാരാമ. എന്താണ്? ഉപരാരാമ എന്ന് പറഞ്ഞാൽ നിർത്തി എന്നാണ് അർത്ഥം. സ്റ്റോപ്ഡ്. തത് മഹത് ഭൂതം. ആരാണ് നിർത്തിയത്? തത് മഹത് ഭൂതം. ഭൂതം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വിചാരിക്കുന്ന ഭൂതമൊന്നുമല്ല. ഭൂതം എന്ന് പറഞ്ഞാൽ വണ്ടർഫുൾ എന്നാണ് ഇവിടെ ശ്രീല പ്രഭുപാദ എഴുതിയിരിക്കുന്നത്. ആരാണ്? ആ ഗ്രേറ്റ് ആയിട്ടുള്ള. ആരാണ് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരുന്നത്? അയാളെയാണ് വിശേഷിപ്പിക്കുന്നത്. ആരാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്? പരമദിവ്യോത്തമ പുരുഷൻ. ആരോട് സംസാരിച്ചുകൊണ്ടിരുന്നു? ആ കുട്ടിയോട് സംസാരിച്ചുകൊണ്ടിരുന്നു അല്ലെ? ഏതാവതുക്വോ, ഈ പ്രകാരം പറഞ്ഞിട്ട്, ഉപരാരാമ നിർത്തി. എന്ത് നിർത്തി? തൻ മഹത് ഭൂതം നഭോലിംഗം അലിംഗം ഈശ്വരം. ഇതിനകത്ത് ഒരുപാട്
ഒരേ തരത്തിലുള്ള വാക്കുകളുണ്ട്. എന്താണ്? നഭോലിംഗം, അലിംഗം, ഈശ്വരം. ഈ 3 വാക്കുകളാണ്. എന്താണ് അതിന്റെ അർത്ഥം? നഭലിംഗം എന്ന് പറഞ്ഞാൽ, നഭസ് എന്ന് പറഞ്ഞാൽ ആകാശം, അല്ലെങ്കിൽ ഒരു എന്താണ്, ട്രാൻസ്ഫറിങ് മീഡിയം, അല്ലെങ്കിൽ ശബ്ദം ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു മീഡിയം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നഭലിംഗം എന്ന് പറഞ്ഞാൽ ശബ്ദരൂപിയായ എന്നാണ് അർത്ഥം. അലിംഗം എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആരാണ് ഈ വിശേഷണങ്ങളൊക്കെ ഉള്ള ആള്? ഈശ്വരം. ആരാണ്? ഈശ്വരൻ. ആരാണ്? ഈശ്വരൻ. അപ്പൊ എന്താണ്? ഏതാവതുക്തോ, ഇപ്രകാരം പറഞ്ഞിട്ട് ഉപരരാമ, നിർത്തി. ആര്? മഹദ്ഭൂതം, നഭോലിംഗം, അലിംഗം, ഈശ്വരം. ഇതെല്ലാം ആരെ കുറിച്ചുള്ള വിശേഷണമാണ്? ഈ പറഞ്ഞ ആളെ കുറിച്ചുള്ള വിശേഷണമാണ്. ആര്? പരമദിവ്യോത്തമ പുരുഷൻ. എന്താണ്? അദ്ദേഹം വണ്ടർഫുൾ ആണ്. ശബ്ദരൂപിയായിട്ടാണ് ഇപ്പോ ആ കുട്ടിയുടെ മുന്നിൽ വന്നിട്ട് നിർദ്ദേശങ്ങൾ തരുന്നത്. അദ്ദേഹത്തിന് എന്തില്ല? അദ്ദേഹത്തിന് ഭൗതികമായിട്ടുള്ള രൂപമില്ല. അതുകൊണ്ട് നമ്മളുടെ ഭൗതികമായിട്ടുള്ള കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുകയില്ല. ഈശ്വരം, അതായത് അദ്ദേഹം എല്ലാത്തിന്റെയും ഈശ്വരനാണ്, സുപ്രീം അതോറിറ്റി. പിന്നെ എന്താണ്? അത് കഴിഞ്ഞപ്പോ ആ കുട്ടി എന്ത് ചെയ്തു? ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോ കുട്ടിക്ക് സമാധാനമായി. എന്താണ് സമാധാനം? നിനക്ക് ഈ ജന്മത്തിൽ എന്നെ കാണാൻ കഴിയില്ല എങ്കിലും വളരെ താമസിയാതെ തന്നെ എന്നിൽ ഉറച്ച ബുദ്ധി കൊണ്ട് നിനക്ക് എന്റെ അടുത്ത് വരാൻ പറ്റും എന്നല്ലേ പറഞ്ഞത്? അപ്പോ സമാധാനമായി കാണണം. അങ്ങനെ സമാധാനിച്ചുകൊണ്ട് എന്താണ് ആ കുട്ടി ചെയ്തത്? അഹം ച തസ്മൈ മഹതാം മഹീയസി ശീഷ്ണാവനാമം വിധതേനുകമ്പിത. എന്ത് ചെയ്തു? ഭഗവാനെ കാണുമ്പോ എന്താണ് ചെയ്യുന്നത് എന്ന് പറയുന്നു. എന്താണ്? എന്താണ്? അഹം, ഞാൻ. ആര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്? നാരദ മഹർഷി സ്വന്തം കഥ വ്യാസദേവനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പറയുകയാണ്, അഹം, ഞാനും എന്ത് ചെയ്തു? അദ്ദേഹത്തോട്, ആരോട്? എന്നോട് ഇത്രയും നേരവും സംസാരിച്ചു കൊണ്ടിരുന്ന ആളോട്. ആര്? പരമദിവ്യോത്തമ പുരുഷനോട്. മഹതാം മഹീയസെ. ആ പരമദിവ്യോത്തമ പുരുഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ മഹത്തുക്കളും അദ്ദേഹത്തെ വാഴ്ത്തുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ എല്ലാ മഹത്തുക്കളാലും വാഴ്ത്തപ്പെടുന്ന ആളാണ്. മഹതാം മഹീയസെ. എന്ത് ചെയ്തു? ശീർഷ്ണ അവമാനം, ശീർഷ്ണ അവനാമം. ഞാൻ എപ്പോഴും അത് അവമാനം എന്നല്ല, അവനാമം എന്ന് തന്നെയാണ്. നോക്കൂ, അതിന്റെ വേർഡ് ബൈ പിരിച്ച് ആ വാക്ക് എഴുതിയിട്ടുണ്ട് താഴെ പ്രഭുപാദ്. അപ്പോ അതും കൂടെ ഒന്ന് വായിച്ചു നോക്കുക. ശീർഷ്ണ അവനാമം. ശീർഷ്ണ എന്താണ്? ശിരസ്. കേട്ടിട്ടുണ്ടല്ലോ. അതാണ് ആ വാക്ക് വന്നത് ഈ റൂട്ട് സാൻസ്ക്രിത് വേർഡിൽ നിന്നാണ്. ശീർഷ്ണ, ശിരസ്. എന്ത് ചെയ്തു? അവനാമം, തല കുനിച്ച്, അതായത് നമ്മള് തല പാദത്തിൽ സ്പർശിച്ച് അല്ലെങ്കിൽ ഭൂമിയിൽ സ്പർശിച്ച് എന്ത് ചെയ്യുന്നു? നമസ്കാരം ചെയ്യുന്നു. നമ്മള് വടി പോലെ നമസ്കരിക്കുന്നതിന് ദണ്ഡവത് എന്ന് പറയും. അതായത് സാഷ്ടാംഗ നമസ്കാരം. അത് ആണുങ്ങളാണ് ചെയ്യുക സാധാരണ, പുരുഷന്മാർ. പഞ്ചാംഗ നമസ്കാരം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സാഷ്ടാംഗ നമസ്കാരം ചെയ്തു ആര്? ഈ കുട്ടി. എന്താണ്? അനുകമ്പിത. എന്തിനാണ് ആ കുട്ടി അങ്ങനെ ചെയ്തത്? ഫീലിംഗ് എ സെൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദിയുണ്ടായി. ആ കുട്ടിക്ക് ഭഗവാനോട് അത്രയധികം നന്ദി ഉണ്ടായി എന്നാണ് പറയുന്നത്. നോക്കൂ, നമ്മൾ ഭഗവാന്റെ കാരുണ്യത്തെ സ്വീകരിക്കുന്നു. ഭഗവാൻ തരുന്ന എല്ലാ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ സ്വീകരിക്കുന്നു. പക്ഷെ തിരിച്ച് ഭഗവാനോട് നമുക്ക് നന്ദിയുണ്ടോ? സംശയമാണല്ലേ. പക്ഷെ നാരദ മഹർഷി, ആ കുട്ടിക്ക് അദ്ദേഹത്തോട് ഭയങ്കര നന്ദി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ദണ്ഡ നമസ്കാരം ചെയ്തു. എന്തിനാണ് ഭഗവാനോട് നന്ദി ഉണ്ടാവുന്നത്? തിരികെ പോകാൻ. അതായത് ദർശനം തന്നിട്ട് മറഞ്ഞു എങ്കിലും ആ ദർശനത്തിന് ഉടമയായിട്ടുള്ള ആളുടെ അടുത്ത് തിരിച്ചു പോകാനുള്ള എല്ലാ വഴിയും പറഞ്ഞു തന്നിട്ടാണ് ആര് പോയത്? എന്താണ്? നഭലിംഗം, അലിംഗം, ഈശ്വരം. എന്താണ്? നഭലിംഗം, ശബ്ദരൂപിയായിട്ട് വന്നിട്ട് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല എങ്കിലും അലിംഗം, ഈശ്വരം. ആ പരമദിവ്യോത്തമ പുരുഷൻ വന്നിട്ട് എന്ത് ചെയ്തു? ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. വളരെയധികം പെട്ടെന്ന് തന്നെ നിനക്ക് എന്റെ അടുത്ത് എത്താൻ പറ്റും.
എന്ന് പറഞ്ഞു കൊടുത്തത് കൊണ്ട് വളരെയധികം നന്ദിയാണ് ആ കുട്ടിക്കുള്ളത്. കാരണം ഇനി എന്താ ചെയ്താൽ മതി? അതിനെ അനുസരിച്ചാൽ മാത്രം മതി. അപ്പൊ എങ്ങനെയാണ് നാരദ മഹർഷി അതിനെ അനുസരിക്കുക എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെ കേട്ടു? ടേക്ക് ഹോം മെസ്സേജ് എന്ന് നമ്മൾ സാധാരണ ഒരു ലെക്ചർ കഴിയുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ചെറിയ പാഠം അതിനകത്ത് നിന്നും പഠിക്കണം എന്നാണ് അർത്ഥം, അല്ലേ? അപ്പൊ എന്താണ് നമ്മൾ ഇന്നത്തെ പാഠം പഠിച്ചത്? എന്താണ്? ജാതമയി ദൃഢമതിഹി. എന്താണ്? ഭഗവാന്റെ സേവനത്തിൽ വിനിയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബുദ്ധി എന്തായി മാറും? വളരെയധികം ഭഗവാനിൽ ഉറച്ചതായി മാറും. അങ്ങനെ ഭഗവാനിൽ ഉറച്ച ബുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? എന്താണ് പറയുന്നത്? ഗന്താമ ജനതാമസി. അതായത് നമ്മൾ തിരികെ ഭഗവാന്റെ ലോകത്തിലേക്ക് പോകാൻ എന്തുള്ളവരായി മാറും? അവകാശമുള്ളവരായിട്ട് മാറും. നാരദ മഹർഷിയുടെ ചെറുപ്പകാലം, അതായത് ആ കുട്ടി എങ്ങനെയാണോ ഭഗവാനോട് നന്ദിയുള്ളവനായിരുന്നത്, അതേപോലെ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്ന ഭഗവാനോടും ഏത് മീഡിയത്തിൽ കൂടിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്? പ്രഭുപാദ എന്ന മീഡിയത്തിൽ കൂടിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മളുടെ ഗുരുക്കന്മാർ, ഗുരുവൃന്ദങ്ങളാണ് അതിനെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് എല്ലാ ശിക്ഷാ ഗുരുക്കന്മാരോടും ദീക്ഷാ ഗുരുവിനോടും ഭഗവാനോടും ഈ ആചാര്യ പരമ്പരയോടും മൊത്തം നമ്മൾ എന്തുള്ളവരായിരിക്കണം? നന്ദിയുള്ളവരായിരിക്കണം. എങ്ങനെയാണ് ആ നന്ദി പ്രകടിപ്പിക്കേണ്ടത്? അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് ആ നന്ദി പ്രകടിപ്പിക്കേണ്ടത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നാരദ മഹർഷി ഈ നിർദ്ദേശങ്ങളെയൊക്കെ പ്രാവർത്തികമാക്കിയത് എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ. ഹരേ കൃഷ്ണ. താങ്ക് യു. താങ്ക് യു മാം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. അജാമിളിൽ നിന്ന് തന്നെയാണോ കുട്ടിയായിരുന്നപ്പോഴും പേര്? അഖിൽ എന്നാണ് അവന്റെ പേര്. അജാമിള ദാസ് എന്ന് നമ്മള് ഗുരുദേവ് ഇട്ട പേരാണ് അവൻ. അഖിലിന് എന്ത് പറ്റി? അതിന്റെ മൊബൈലിന്റെ പിന്നെ എന്തോ ഒരു സെറ്റിംഗ് എന്തോ പ്രശ്നമായിട്ടുണ്ട്.